السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖീദ പഠന പരമ്പരയിൽ അൽ ഇർഷാദ് ഇലാ സ്വഹീൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള ദർസിൽ ചെറിയ ശിർക്കുകൾ എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 കാര്യം നമ്മളതിൽ എടുത്തു കഴിഞ്ഞു. ഇനി 5-ാമത്തെ കാര്യമാണ് ഇന്ന് നമുക്കെടുക്കാനുള്ള 108-ാമത്തെ പേജ്. ഖൗലു ലൗ ഫീ ബഅദിൽ ഹാലാത്ത്. ലൗ എന്ന പ്രയോഗം, അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, അത് ചെയ്യാതിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഫീ ബഅദിൽ ഹാലാത്ത്, ചില അവസ്ഥകളിൽ. എവിടെയും അത് പറയാൻ പാടില്ല എന്നില്ല, അത് പറയാൻ പറ്റുന്ന ചില ഏരിയകളുണ്ട്, എന്നാൽ പാടില്ലാത്ത ചില സ്ഥലങ്ങളും ഉണ്ട്. റബ്ബിൻ്റെ ഖദറുമായി ബന്ധപ്പെട്ട ഖദറിൽ തൃപ്തി അടയുക എന്നതിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം പ്രയോഗങ്ങളാണ് വിലക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. ഒരാളെ കാത്തുന്നു, അയാൾ വരാൻ പറയാം, നമ്മളും ചെന്നു, അയാളും വന്നു. അവിടെ എത്തി വിളിച്ചപ്പോഴാണ് എനിക്ക് പോരാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞേക്കുകയാണെങ്കിൽ എനിക്ക് വരില്ല എന്നല്ലോ എന്ന് പറഞ്ഞാൽ അത് ഇതിൽ പെട്ടതല്ല, അതിലെങ്കിലാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അതിങ്ങനെ ആകുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതങ്ങനെ ആകുമായിരുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടായത് എന്നുള്ള ആ തരം പ്രയോഗങ്ങൾ, അതാണ് ഇവിടെ വിലക്കപ്പെട്ട പ്രയോഗമായ ഹദീസിൽ വന്നത്. അതെ, ശേഷം അത് പ്രതികൂലമായി ബാധിക്കുമ്പോൾ സംഗതി ചെയ്തു, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടായില്ല, നേരെ തിരിച്ചുണ്ടായി, ഇഷ്ടമില്ലാത്ത കാര്യം ഉണ്ടായത്, അതിൽ നമ്മൾ വിചാരിച്ച നടന്നില്ല, അപ്പം പറയാം അന്ന് തന്നെ അങ്ങനെ ആയാൽ മതിയായിരുന്നു, അന്ന് ഇങ്ങനെ ആയാൽ മതിയായിരുന്നു, അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന പ്രയോഗങ്ങൾ, അത് റബ്ബിൻ്റെ ഖദറിനെ ബാധിക്കുന്ന, അഥവാ ഖദറിലെ വിശ്വാസത്തെ ബാധിക്കുന്ന പ്രയോഗങ്ങളായി ചിലപ്പോഴെങ്കിലും മാറും. അതുകൊണ്ട് അത്തരം പ്രയോഗങ്ങൾ നബിതങ്ങൾ വിരോധിച്ച ചില സന്ദർഭങ്ങളുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അഖീദയുമായി ബന്ധപ്പെട്ട പ്രയോഗം ലൗ. അതാണ് ഉച്ചരിക്കാൻ പറ്റാത്ത പദങ്ങളിൽപ്പെട്ടതാണ്. കാരണം അഖീദയെ അത് ബാധിക്കുന്നതാണ്. പ്രത്യേകമായി അത് പാടില്ല എന്ന ഹദീസിൽ പഠിപ്പിച്ചതുമാണ്. അതിൽപ്പെട്ട പദമാണ് കലിമത്തു ലൗ. ലൗ എന്ന കലിമത്ത് ഫീ ബഅദിൽ മഖാമാത്ത്, ചില സന്ദർഭങ്ങളിൽ അത് പ്രത്യേകം നബി ഹദീസ് എടുത്ത് പറഞ്ഞു, നിങ്ങൾ ലൗ എന്ന് പറയരുത് എന്ന് പ്രത്യേകമായി നബി നിങ്ങൾ പറഞ്ഞ സന്ദർഭമുണ്ട്. അപ്പം അതുകൊണ്ട് കൂടി അത് ഒഴിവാക്കേണ്ടതാണ്. ഫഇന്നഹു ലാ യഖൂൽ, അവൻ പറയരുത് ലൗ അന്നി ഫഅൽതു കദാ മാ ഹസറ അലയ്യ കദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന് നീ പറയരുത്. ഔ ലൗ അന്നി ലം അഫ്അൽ ലം യഹ്സുൽ കദാ, ഞാനിത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ലല്ലോ, അതും നീ പറയരുത്. ലിമാ ഫീ ദാലിക മിൻ ഇശ്ആരി ബിഅദ്മി സുബ്രി, കാരണം അത് ക്ഷമ ഇല്ലായ്മയെ അറിയിക്കുന്ന പദപ്രയോഗമാണ്. വത്തഅസ്സുഫി അലാ മാ ഫാത, നഷ്ടപ്പെട്ടതിലുള്ള ഖേദം അറിയിക്കുന്ന പ്രയോഗവുമാണ്. മിമ്മാ ലാ യുംകിനു ഇസ്തിദ്റാഖഹു, തിരിച്ചെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. അതെ, അത് പറഞ്ഞുകൂടാന്ന്. ഒന്നിലെല്ലാം ഖദറിന്റെ ഭാഗമാണ്, അത് പറ്റും നമുക്ക്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാത്തതുകൊണ്ടാണ് ഈ പറയാം. ഇപ്പം സബബ് മുസബ്ബവാത്തുണ്ടല്ലോ, നമ്മളവിടെ ആ സബബ് ഉപയോഗിച്ചില്ല, അത് ഉപയോഗിക്കുന്ന വേറെ സബബ് ഉപയോഗിച്ചു. ആ സബബ് ഉപയോഗിച്ചതാണ് ഇത് പരാജയത്തിന് കാരണമായി ഉണ്ടാവും. അത് റബ്ബ് നിശ്ചയിച്ച സബബാണ്.
അപ്പോൾ ഇതിനേക്കാൾ അപ്പം അടുത്ത വർഷം നമുക്ക് ഓക്കെ, അടുത്ത വർഷം നമുക്ക് ഇത് വേണ്ട, അതെടുക്കാം, അതൊക്കെ. അത് സബബുകൾ ഉപയോഗിക്കലാണ്. സബബ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഖേദം വരിക എന്നുള്ളത് പറ്റൂല. അതെ, അത് വരുന്നുണ്ട്, വിഷമായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ നമ്മൾ ലവ് പറഞ്ഞാലും ഇത് തിരിച്ചെടുക്കാൻ കഴിയാതെ, അതാണ് മിമ്മാ ലായും ക്രിസ്തുരാക്കുമ്പോഴത്തെ പറഞ്ഞ് തിരിച്ചെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചില തിരിച്ചെടുക്കാൻ പറ്റും. മുന്നോട്ട് പോകുമ്പോൾ അത് വീണ്ടെടുക്കാൻ, കൂടുതൽ നമുക്ക് ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാൻ, എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സംഗതി നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 6 മാസം ഓടുമ്പോഴാണ് മനസ്സിലാകാം നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് അല്ല ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് അത് ഒഴിവാക്കിയിട്ട് ഇനി അടുത്ത ഇന്നേക്ക് പോകാം, അതൊക്കെ. അത് വീണ്ടെടുക്കാൻ പറ്റുന്ന, തിരിച്ചു പിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതേസമയം അതൊന്നും പറ്റാത്ത ഒരു കാര്യം അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ ഒരു വീണ് പരിക്കെത്തി, അവിടെ പോകേണ്ടി ചെയ്യുന്നു, അത് പോയതോടൊപ്പം ഉണ്ടായത്, അല്ലെങ്കിൽ ഓനെ പറഞ്ഞേക്കേണ്ടി ചെയ്യുന്നു. നമുക്ക് അപ്പനെ പറഞ്ഞേക്കാൻ തോന്നിയതുകൊണ്ട് അത് പറഞ്ഞയച്ചത് അപകടം സംഭവിക്കുകയും ചെയ്തു. അത് സംഭവിക്കാനുള്ളതാണ്, അതിന് പറഞ്ഞ അർത്ഥമില്ല. അതവിടെ സംഭവിക്കാൻ തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അതെന്തായാലും സംഭവിക്കുകയും ചെയ്തു, സംഭവിച്ചും ചെയ്തു. ഇനി അവിടെ ലവ് എന്ന് പറഞ്ഞാൽ എന്തേ ഉണ്ടാവുള്ളൂ? കുറച്ചുകൂടി ടെൻഷൻ കൂടും, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. സംഭവിച്ച് തീർച്ചാൻ കഴിയുന്നല്ലോ. അവർ കുറച്ച് വേദന തോന്നും. ആണ് പറഞ്ഞയച്ചാൽ അത് വേണ്ടില്ല, അതിങ്ങനെ പിന്നെ തോന്നി ഭയങ്കര വിഷമായി, കുറ്റബോധമായി, അവൻ കൂടുതൽ വിഷമത്തേക്ക് പോകുക എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതാണ് മിമ്മാല്ല യുംകിൽ ഇസ്തിദ്റാക്കഹു, തിരിച്ചു പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ അത് പറഞ്ഞുകൂടാം. മാത്രമല്ല വലിമാ യുശ്ഇറു ബിഹി ഹാദൽ ലഫ്ദു മിൻ ളഅഫിൽ ഈമാനി ബിൽ ഖളാഇ വൽ ഖദർ, ഈ പദം ഖലാ ഖദറിലെ വിശ്വാസത്തിൻ്റെ ദൗർബല്യത്തെ അറിയിക്കുന്നതുമാണ്. ഒരു ഉറച്ച വിശ്വാസം ഖലാ ഖദർ ഉണ്ടെങ്കിൽ ഒരു പറയില്ല, അപ്പോൾ ആ വിശ്വാസത്തിന് പോരായ്മയുണ്ട് എന്നാണ് ഈ പദം അറിയിക്കുന്നത്. വലിമാ ഫീ ദാലിക മിൻ ഈലാമിൻ നഫ്സി, അതോടൊപ്പം സ്വന്തത്തെ വേദനിപ്പിക്കലും അതിലുണ്ട്. വതസ്രീത്ത് ശൈത്വാനി, പിശാചിനൊരു ആധിപത്യം നൽകലുമുണ്ട്. അലൽ ഇൻസാനി, മനുഷ്യൻ്റെ മേൽ ബിൽ വസാവിസി വൽ ഹുമൂം, വസ്വാസുകളും ഹമ്മുകൾ ടെൻഷനുകളൊക്കെ ഉണ്ടാകുക വഴി ശൈത്താന് കയറാൻ പറ്റിയൊരു ഒരു കവാടം അവിടെ തുറന്നു കൊടുക്കുകയാണ്. ഈ തോന്നലിങ്ങനെ വന്ന് പിന്നെ അതിലെ വിശ്വാസമായി, പിന്നെ അത് ഭയങ്കര വിഷമായി, അവസാനം പിന്നെ ഓന് പൂർണ്ണമായും റബ്ബിനെ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയ്ക്ക് വരെ ഒരു പക്ഷേ എത്തിയേക്കാം. ഇത്തരം കാരണങ്ങളാൽ ഈ പദം വിലക്കപ്പെട്ടിരിക്കുന്നു. വൽ വാജിബു ബഅദ നുസൂലിൽ മസാഇബി, മുസീബത്തുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ബാധ്യത അത്തസ്ലീമു ലിൽ ഖദർ, ഒന്ന് റബ്ബിൻ്റെ ഖദറിന് അത് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു മുസീബത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് റബ്ബിൻ്റെ ഖദർ, അതിലേക്ക് നമ്മൾ വിടുന്നു. വസ്സബ്റു അലാ മാ അസാബൽ ഇൻസാൻ, മനുഷ്യന് ബാധിച്ചതിൽ ക്ഷമിക്കുകയും ചെയ്യുക. അത് ചെയ്യേണ്ടത് ഒന്ന് റബ്ബിൻ്റെ ഖദറാണ്, അത് തട്ടിയാൽ പോവില്ല, അത് അല്ലാഹുവിലേക്ക് നമ്മൾ മടക്കുന്നു. 2 അതിൽ ക്ഷമിക്കുന്നു. മഅമലിൽ അസ്ബാബിൽ ജാലിബത്തിൽ ഖൈരി, അതോടൊപ്പം ഖൈറുണ്ടാകാൻ പറ്റാവുന്ന അസ്ബാബുകളെ ഒരു പ്രാവർത്തികമാക്കുകയും ചെയ്യണം. വൽ വാഖിയതി മിനശ്ശർരി വൽ മക്രൂഹി, ഷർറിനെ മക്രൂഹിനെ തടുക്കാവുന്ന അസ്ബാബുകളെ ചെയ്യുകയും വേണം. അപ്പം ഈ മുസീബത്തിന് കാരണമായ ഒരു നിമിത്തമുണ്ട്, ആ നിമിത്തം ഈ ഇല്ലാതൊക്കെ നോക്കുക. ഇപ്പോൾ വണ്ടി ആക്സിഡൻ്റായി, അതിന് കാരണം ആ സമയത്ത് അതിന് റിപ്പയർ ചെയ്യാത്തതുകൊണ്ടാണ്. വണ്ടി ടയർ മൊട്ടായി കണ്ട് നമുക്ക് ആരും അത് ഓടാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഓടി, ആ ടയർ പൊട്ടി ആക്സിഡൻ്റായി. അപ്പം ഇനി ചെയ്യേണ്ടതാണ്, ഇനി അങ്ങനെ ഓടാതൊക്കെ എന്നുള്ള ഒരു അവൻ ചെയ്യേണ്ട പണിയാണ്. അതാണ് ഷർറുകൾ തടുക്കുന്ന അസ്ബാബ്, അതവൻ ചെയ്യണം. ഖൈറുകളെ കൊണ്ടുവരുന്ന അസ്ബാബ് അതും അവൻ ചെയ്യണം. എന്നാൽ സംഭവിച്ചതിലോ ക്ഷമിക്കുകയും വേണം, അത് റബ്ബിൻ്റെ ഖദറാണ് എന്നതിന് സമാധാനപ്പെടുകയും വേണം. ബിദൂനി തലവ്വുമിൻ, അതിൽ കുറ്റപ്പെടുത്തലില്ലാതെ. അതിൽ പിന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, അത് ഭയങ്കരമായ വിഷമാക്കുക, അത് വേണ്ട. എന്തായാലും റബ്ബിൻ്റെ ഖദാ അവിടെ ഉണ്ട്, ആ ഖദാ നടന്നു. ആ ഖദാ നടക്കാൻ റബ്ബിന് ശേഷം സബബുണ്ട്. ആ സബബ് ഉണ്ടായത് കൊണ്ടാണ് ആ കാര്യം നടന്നത്. ആ സബബ് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു സബബിലേക്ക് പോകുക വഴി ഒരു പക്ഷേ റബ്ബ് അവിടെ മാറ്റിത്തരുമായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടില്ല, അത് നമ്മുടെ ശ്രദ്ധ കുറവാണ്. അപ്പം ഇനി മേലിൽ അതില്ലാതൊക്കെ ശ്രദ്ധിക്കാം, അതാണ് വേണ്ടത്. ഒരു പരീക്ഷയ്ക്ക് തോറ്റു, അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്, മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. അപ്പോൾ ഓക്കെ, സംഭവിച്ചു സാരമില്ല, അതല്ല, ഒന്നുകൂടെ മെനക്കെട്ട് പഠിച്ച് വീണ്ടും പരീക്ഷ എഴുതാം, അപ്പോൾ ഒരു പക്ഷേ പാസ്സായി അയക്കാം. അപ്പോൾ അവന് ഖൈർ ലഭിക്കാവുന്ന അസ്ബാബുകളെ അവൻ പ്രാവർത്തികമാക്കുക, ഷർറുകൾ തടുക്കാവുന്ന അസ്ബാബുകളെ പ്രാവർത്തികമാക്കുക, വന്നതിൽ ക്ഷമ കൈക്കൊള്ളുക, റബ്ബിൻ്റെ ഖദറാണ് എന്നവൻ സമാധാനിക്കുക.
ബിദൂനി തലവുമിൻ, അതിൻ്റെ പേരിൽ ലൗമ്, ആക്ഷേപം, കുറ്റപ്പെടുത്തൽ ഇല്ലാതിരിക്കുകയും ചെയ്യുക. ഇല്ലാതെ പറയാൻ പറ്റില്ല, അതാണ്. പക്ഷെ എന്നാലും പഠിക്കാത്ത സബബായിരിക്കാം. ഓന് കതിറുണ്ട്, ഓൻ പാസ്സാകണ്ടെന്നുള്ളത്. പക്ഷെ പഠിക്കാതിരിക്കുക എന്നുള്ളത് ആ കതിന് അല്ല വെച്ച സബബാണ്. അതേസമയം ഓന് പഠിക്കുന്ന സബബ് സ്വീകരിച്ചാലോ അള്ളാഹുവിന് വിജയം കൊടുക്കും. അസ്ബാബ് ചെയ്യലാണ് തൗഹീദ്. അസ്ബാബ് ചെയ്യുക, ബാക്കി തവക്കുലാക്കുക, അതാണ് തൗഹീദ്. അസ്ബാബ് ഒഴിവാക്കി തവക്കുലാക്കലാണ് തസവുഫ്. തസവുഫ് അസ്ബാബ് ഒഴിവാക്കുക, തവക്കുലാക്കുക. ശരിയായ അഹ്ലുസുന്നത്ത് നിലപാട് അസ്ബാബ് ചെയ്യുക, ബാക്കി അതിനപ്പുറമുള്ളത് റബ്ബിൽ ഏൽപ്പിക്കുക. അസ്ബാബുകൾ മുസബ്ബബുകളെ നിർബന്ധമാക്കുന്നില്ല. അസ്ബാബുകൾ മാത്രമാണ്, കാരണങ്ങൾ മാത്രം. കാരണങ്ങൾ കാര്യത്തെ നിർബന്ധമാക്കുന്നില്ല. അതാണ് നമ്മുടെ അടിസ്ഥാനം. അല്ലാഹു തആല എല്ലാത്തിനും കാരണങ്ങൾ വെച്ചു. രോഗം മാറാൻ കാരണമാണ് ചികിത്സിക്കുക. ചികിത്സിച്ചാൽ രോഗം മാറും നിർബന്ധമുണ്ടോ? ഇല്ല. രോഗം ശിഫയാക്കുന്നവൻ അല്ലാഹു തആല, മരുന്ന് ശിഫയാക്കൂല. ശിഫയാക്കുന്ന അല്ലാഹു തആല. ശിഫയാകാൻ അള്ളാഹു നിശ്ചയിച്ച വ്യത്യസ്തമായ അസ്ബാബുകളുണ്ട്. അതിൽപ്പെട്ട ഒരു സബബ് മാത്രമാണ് മരുന്ന് എന്നുള്ളത്. മറ്റൊരു സബബാണ് പ്രാർത്ഥന, മറ്റൊരു സബബാണ് സംസം. അങ്ങനെ വ്യത്യസ്തമായ സബബുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിൽ ഏത് സബബാണ് ഇപ്പോൾ ഉപകാരപ്പെടുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഹലാലായ സബബുകളെ ചെയ്യുന്നു, ബാക്കി റബ്ബിലേക്ക് നമ്മൾ ഏൽപ്പിക്കുന്നു. സബബുകൾ ചെയ്തു, റബ്ബിന് ഉദ്ദേശമില്ല, മശിയത്തില്ല എങ്കിൽ മുസബ്ബബ് ഉണ്ടാവുക. സബബിനെയും മുസബ്ബബിനെയും പടച്ചത് അള്ളാഹുവാണ്. കാര്യങ്ങളെയും കാരണങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, വെള്ളം കുടിച്ചാൽ ദാഹം മാറും, മരുന്ന് കഴിച്ചാൽ രോഗം മാറും, അതേപോലെ ലൈംഗിക ബന്ധം നടന്നാൽ സന്താനം ഉണ്ടാകും. ഈ കാര്യവും കാരണവും അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. എന്നാൽ കാര്യങ്ങളെ നിർബന്ധമാക്കുന്നേ ഇല്ല. അത് കേവലം കാരണങ്ങൾ മാത്രം. കാര്യങ്ങൾ ചെയ്യുന്നവൻ അല്ലാഹു തആല. അതുകൊണ്ടാണ് അവലംബം അല്ലാഹുവിൻ. അവലംബം കാരണങ്ങളിലല്ല, ആശ്രയം കാരണങ്ങളിലല്ല. കാരണങ്ങൾ ഉപയോഗപ്പെടുത്താം, അവലംബിക്കൽ അല്ലാഹു. അതാണ് തവക്കുൽ. മരുന്നിൽ തവക്കുലാക്കാൻ പറ്റുമോ? ഇല്ല. ഡോക്ടറെ തവക്കുലാക്കാൻ പറ്റുമോ? ഇല്ല. തവക്കുൽ അല്ലാഹ്ക്ക് മാത്രം. മറ്റേ നമുക്ക് ഉപയോഗപ്പെടുത്തലാണ്. നല്ല കഴിവുള്ള ഡോക്ടർ ഉണ്ട്, ഇവിടെ പോയി നോക്കാം, നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഓക്കെ, ഇസ്ലാമിന് എതിരല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിച്ച് നോക്കാം. അത് ഉപയോഗിക്കൽ മാത്രമാണ്. അത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ശിഫ നൽകുന്നവൻ അല്ലാഹു തആലയാണ്. ആ ശിഫക്ക് അല്ലാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥ മാത്രമാണ് ഈ സംവിധാനങ്ങൾ. അപ്പോൾ ഒരു കാരണം ഉപയോഗിച്ചു, കാര്യമുണ്ടായില്ല. മറ്റൊരു കാരണം ഉപയോഗിച്ച് നോക്കാം, കാര്യമുണ്ടായില്ല. വേറെ കാരണം ഉപയോഗിച്ച് നോക്കാം, കാര്യമുണ്ടായില്ല. ഇനി എല്ലാ കാരണവും ഉപയോഗിച്ചു, കാര്യം നടന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പടച്ച റബ്ബ് ഇതിൽ വേറൊരു ഹൈർ ഉദ്ദേശം ഉണ്ടാവാം, റബ്ബിന് വേറൊരു ഉദ്ദേശമുണ്ടാവാം. അതുകൊണ്ടാണ് എനിക്ക് രോഗം സുഖപ്പെടാത്തത്. ആയിക്കോട്ടെ, സാരമില്ല, അത് ഖദറാണ്. എന്നാൽ പിന്നെയും പുതിയ കാരണങ്ങൾ വന്നാലോ, പുതിയ ഹോസ്പിറ്റലിൽ വന്നു, അല്ല പുതിയ ഡോക്ടർ വന്നു, ഈ രംഗത്തെ വലിയ അഗ്രഗണ്യനാണ്, ഒക്കെ ഒന്നുകൂടി പോയി നോക്കാം. അസ്ബാബുകൾ ചെയ്യാം. അപ്പോൾ അസ്ബാബുകളെ അവലംബിക്കലില്ല, അവലംബിക്കൽ പടച്ച റബ്ബിനെ മാത്രം. അസ്ബാബുകളെ ഉപയോഗപ്പെടുത്തൽ മാത്രമാണ്. സൂഫികൾ പറഞ്ഞ അസ്ബാബുകൾ ഒഴിവാക്കുകയാണ് തവക്കുലിനാണ്. അസ്ബാബ് ഒഴിവാക്കുക. ജോലിക്ക് വരെ പോകൂല, രോഗം വന്നാൽ ചികിത്സിക്കൂല, അത് അള്ളാഹ് ഷിഫാക്കുന്നറിയും. രോഗം തന്ന അല്ലല്ലേ, അള്ളാഹ് ഷിഫാക്കിക്കോളും. വായക്കീറിയത് അല്ലല്ലേ, വാൻ ഭക്ഷണം തരുന്നറിയും. അല്ല ഭക്ഷണം തരും, പക്ഷെ അല്ല നേരെ കൊടുത്തിട്ട് തൊള്ളിക്ക് തരൂല. അള്ളാഹുത്തല ആ ഭക്ഷണത്തിന് ആവശ്യമായ അസ്ബാബാണ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത്. അല്ല ഇവിടെ കൃഷി മുളപ്പിക്കുന്നു, ജോലിക്കുള്ള സംവിധാനം ഉണ്ടാക്കി തരുന്നു, അതുപോലെയൊക്കെയുള്ള ആരോഗ്യം നൽകുന്നു. ഈ അസ്ബാബ് അല്ല എളുപ്പാക്കി തരുന്നു. ഇത് ഉപയോഗപ്പെടുത്തലാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊന്നും ചെയ്യാതിരുന്നാൽ തവക്കുലല്ല, സ്വഹിയല്ല. കഥയുണ്ട്, അത് സ്വഹിയല്ല, പക്ഷെ ഒരുപാട് തഫ്സീർ ഉദ്ദേശിച്ചിട്ടുണ്ട്. തീയിലേക്ക് എറിയുമ്പോൾ ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് വല്ല സഹായം വേണോ ചോദിച്ചപ്പോൾ അമാ ഇലൈക ഫലാ, എന്നോട് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. തഫ്സീറൊക്കെ പൊതുവെ വന്നിട്ടുണ്ട്, പക്ഷേ സനദ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. ഞാനെങ്കിൽ പോലും അത് ഈമാൻ്റെ പരിപൂർണതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എല്ലാ രംഗത്തും ചെയ്യേണ്ടത്. അതേ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പലതും ചെയ്തിട്ടുണ്ട്. അതേ ഇബ്രാഹിം നബി മറ്റു പല ഘട്ടത്തിലും അസ്ബാബുകൾ ഉപയോഗിച്ചു. കഴിവുപടുത്തുയർത്തി കല്ല് ചുമന്ന് കൊണ്ടുവന്നിട്ട് അവിടെ ഉയർത്തുക ചെയ്തത്. രാജാവിന് മുമ്പിൽ തൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചില ഉപായങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു. അവിടേക്ക് അസ്ബാബുകൾ സ്വീകരിച്ചു. ഇത് തൻ്റെ തൗഹീദ് പരീക്ഷിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആയിരിക്കാം ഒരു പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം സ്വീകരിച്ചത്. തൗഹീദിൻ്റെ പേരിലാണല്ലോ തീയിലേക്ക് എറിയപ്പെട്ടത്.
ഷിർക്കിനോട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ തീയിലേക്ക് എറിയുന്നത്. അപ്പം അതില്ല, അതെനിക്ക് ഒട്ടും ആലോചിക്കാൻ പോലും പറ്റില്ല. അവിടെ ഒരു പാഠമായിരിക്കാം അത് ഉണ്ടെങ്കിൽ പോലും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് പൊതുവെ എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരു ഏരിയ അല്ലാതെ. അപ്പോൾ മുസീബത്തുകൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് റബ്ബിൻ്റെ ഖദറിന് കീഴ്പ്പെടുക, സംഭവിച്ചു പോയതിൽ അവൻ ക്ഷമിക്കുക. അതോടൊപ്പം ഖൈർ ലഭിക്കാവുന്ന എന്തെല്ലാം നിമിത്തങ്ങളുണ്ടോ ആ നിമിത്തങ്ങൾ, ആ സംവിധാനങ്ങളെ അവൻ പ്രാവർത്തികമാക്കുക. ഷർറുകൾ തട്ടിപ്പോകാനുള്ള എന്തെല്ലാം നിമിത്തങ്ങളുണ്ടോ ആ നിമിത്തങ്ങളെയും അവൻ പ്രാവർത്തികമാക്കുക. ബിദൂനി തലഭൂമിൻ, അതിന് കുറ്റപ്പെടുത്തലോ ആക്ഷേപിക്കലോ ഇല്ലാതെ. അത് പറയാം, അതൊരു കാരണമായി പറയാം. പരാജയത്തിനുള്ള കാരണമാണ് പഠിക്കാതിരിക്കുക എന്നുള്ളത്, വിജയിക്കാനുള്ള കാരണമാണ് കോപ്പി അടിക്കുക എന്നുള്ളത്. ഓൻ കോപ്പി അടിച്ചോ ജയിച്ചോണ്ടെങ്കിൽ എന്താണ്, അതൊരു കാരണമാണ്. ആ കാരണം ഉപയോഗിക്കാൻ പറ്റുമല്ലേ, അത് വേറെ കാര്യം. അതൊരു കാരണമാണ്, ആ കാരണം ഉപയോഗിക്കാൻ നമുക്ക് അനുവാദമില്ല, ചതിയായതുകൊണ്ട്. അപ്പം കാരണങ്ങൾ എല്ലാ സ്ഥലത്തുണ്ടാവാം. ഈ കാരണം ഉപയോഗിച്ചില്ല, അതുകൊണ്ട് ഈ കാര്യം ഉണ്ടായില്ല എന്ന് പറയാം. അപ്പോഴും എഴുത്തിമാത് റബ്ബിലേക്കാണ്. മുസീബത്ത് ബാധിച്ചപ്പോൾ ഈ പദം ഉപയോഗിച്ചവരെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട്. അല്ലത്തി ഹല്ലത്ത് ബിൽ മുസ്ലിമീന ഫീ വഖഅത്തി ഉഹദ്. ഉഹദ് യുദ്ധ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾക്ക് ബാധിച്ച പൊതുവായ ചില മുസീബത്തുകൾ. ഉഹദിൻ്റെ 2ാം ഘട്ടം മുസ്ലിമീങ്ങൾക്ക് പരാജയമുണ്ടായി, 1ാം ഘട്ടം മുസ്ലിമീങ്ങൾ വിജയിച്ചു. അങ്ങനെ മുസ്ലിമീങ്ങൾ തോറ്റ് പരാജയപ്പെട്ട് ഓടി, എല്ലാവരും അവിടെ ഇറങ്ങി, യുദ്ധം മുതലൊക്കെ വാരിക്കൂട്ടി മലമുകളിൽ നിർത്തി 50 അമ്പെയ്ത്തുകാരും ഇറങ്ങി വന്നു. ഇറങ്ങിയത് നബി പറഞ്ഞു, പക്ഷേ ഇറങ്ങി. ആ തക്കം നോക്കി മുസ്ലിമീങ്ങൾ പിൻഭാഗത്തൂടെ കയറി വന്നു, കടന്നാക്രമിച്ചു. കുറച്ച് നഷ്ടങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടായി. 70 ആൾ ഷഹീദായി, കുറേ പരിക്ക് പറ്റി. ഇതെല്ലാം സംഭവിച്ചു. ആ സംഭവിച്ചപ്പോൾ മുനാഫിഖായ ചില ആളുകൾ പറഞ്ഞു, ഫഖാല തആല യഖൂലൂന ലൗ കാന ലനാ മിൻ അംരി ശൈഉം മാ ഖുതിൽനാ ഹാഹുനാ. മുനാഫിഖീങ്ങൾ ഉഹദിലേക്ക് വന്നിട്ട് വഴിയിൽ നിന്ന് മടങ്ങിപ്പോയാണ്. ഉഹദിന് സ്ഥലം നിശ്ചയിച്ചപ്പോൾ മുതൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിന് സ്ഥലം നിശ്ചയിച്ചപ്പോൾ അത് എവിടെ വെച്ചാകണം യുദ്ധം, മദീനയുടെ ഹറമിൻ്റെ ആ ഒരു ഉള്ളിൽ വെച്ചാകണോ അതല്ല പുറത്തേക്ക് പോകണോ എന്ന ചർച്ചകളുണ്ടായിരുന്നു. നബിയുടെ അഭിപ്രായം ഉള്ളിൽ വെച്ചാകണം എന്നാണ്. സുദീഖ് ഉമർ ഖത്താബിൻ്റെ അഭിപ്രായം ഉള്ളിൽ വെച്ചാകണം എന്നാണ്. ചെറുപ്പക്കാരായ ആളുകളുടെ അഭിപ്രായമായിരുന്നു പുറത്ത് വെച്ചാകണം എന്നുള്ളത്. മുനാഫിഖുകളുടെ അഭിപ്രായം ഉള്ളിൽ വെച്ചാകണം എന്നായിരുന്നു. ഓർക്ക് വേറെ ചില കുരുട്ട് ബുദ്ധികളാണ്. ചെറുപ്പക്കാരായ സ്വഹാബികൾക്ക് അപ്പോൾ നബി കുറച്ചുകൂടി നല്ലത് പുറത്താണ്, ഉഹദാണ് കുറച്ചുകൂടി നല്ലത്. അത് നബി എല്ലാ സ്വഹാബികളും നബി അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓരോരുത്തരും നബി അഭിപ്രായങ്ങൾ ചോദിച്ചു. അതെല്ലാം കേട്ട ശേഷം നബിക്ക് മനസ്സിലായി ആ ചെറുപ്പക്കാരെ പറഞ്ഞതാണ് കുറച്ചും കൂടെ നല്ലത്. ആ അഭിപ്രായം എടുത്തു. ആ പേരും പെട്ടാണ് മുനാഫിഖുകൾ വഴിക്കുന്ന മടങ്ങിയത്. മുഹമ്മദ് സ്വന്തം അഭിപ്രായം ഒഴിവാക്കി, ഞങ്ങളെ അഭിപ്രായം ഒഴിവാക്കി, ഈ ചെറുപ്പക്കാരെ അഭിപ്രായം എടുത്തത്. ഇതിനിപ്പോൾ നമ്മൾ ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ സംഗതി വലിയ നഷ്ടം ഉണ്ടാവും എന്നും പറഞ്ഞിട്ടാണ് ഓര് പിന്നെ വഴിയിൽ നിന്ന് മടങ്ങുന്നതൊക്കെ. അങ്ങനെ വന്ന് ഉഹദ് കഴിഞ്ഞു. ആദ്യഘട്ടം വിജയമുണ്ടായി, 2ാം ഘട്ടം കുറച്ചൊരു പ്രയാസങ്ങൾ നേരിട്ടു. അപ്പം ഇവർ പറഞ്ഞ വാക്കാണ് ലൗ കാന ലനാ മിൻ അംരി ശൈഉൻ. കാര്യം തീരുമാനിക്കാൻ നമുക്കൊക്കെ വല്ല റോളും തന്നിരുന്നുവെങ്കിൽ മാ ഖുതിൽനാ ഹാഹുനാ, ഈ കോലത്തിൽ നമ്മളവിടെ കൊല്ലപ്പെടുമായിരുന്നില്ല. നമ്മൾ പറഞ്ഞ് കേട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ കണ്ടില്ല എത്ര ആളിപ്പോൾ കൊല്ലപ്പെട്ടു. ഇതൊക്കെ നമ്മൾ പറഞ്ഞ അഭിപ്രായം എടുക്കാത്തതുകൊണ്ടാണ് എന്ന് അവരവിടെ ഒരു ആക്ഷേപമായി പറഞ്ഞു. ഹാദിഹി മഖാലത്തുൻ, ഈ വചനം ഖാലഹാ ബഅ്ദുൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങൾ ചിലർ പറഞ്ഞു യൗമ ഉഹദിൻ, ഉഹദ് ദിവസം ലമ്മാ ഹസല അലൽ മുസ്ലിമീൻ മാ ഹസല മിനൽ മുസീബ, മുസ്ലിമീങ്ങൾക്ക് ചില മുസീബത്തുകൾ ഉണ്ടായപ്പോൾ ഇവർ പറഞ്ഞ വാക്കാണ് ഖാലൂഹ യുആരിദൂനൽ ഖദറ. ഇവിടുത്തെ പറഞ്ഞത് ഖദറിനെ എതിർക്കുവാനാണ്. ഉഹദ് യുദ്ധം നടക്കുമെന്നും അവിടെ എന്ത് സംഭവിക്കും അല്ലാഹ് ഖദറുണ്ട്, അതിനെ എതിർത്തുകൊണ്ടാണ് ഈ വാക്കിൽ ഉപയോഗിച്ചത്. വയുഅ്തിബൂന അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമീൻ ഖുറൂജഹും ഇലൽ അദുവ്വി, നബിയും മുസ്ലിമീങ്ങളുമൊക്കെ ശത്രുവിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു പോയതിനെ അവർ ആക്ഷേപിക്കുകയും ചെയ്തു. ഫറദ്ദല്ലാഹു അലൈഹിം ബിഖൗലിഹി തആല, അതിന് മറുപടിയായിട്ട് അല്ലാഹു തആല പറഞ്ഞു ഖുൽ ലൗ കുൻതും ഫീ ബുയൂതികും ലബറസൽ ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മളാജിഇഹിം. നബിയെ പറഞ്ഞേക്കുക, കർബലയിൽ നിങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ
ചിലക്ക് തോന്നി ശരിയായിട്ട് അന്നേ എപ്പോഴുണ്ടെങ്കിലും അവിടെ പോകണ്ട ഇവിടെ ആയാൽ മതി. അന്ന് ഇവിടെ ആയാൽ ഒരു പക്ഷേ ഇത്ര പരിക്കുണ്ടാകുമായിരുന്നില്ല. അപ്പം അള്ളാഹ് പറഞ്ഞു, എന്നാൽ കാര്യം ചെയ്യ്, ലൗ കുന്തും ഫീ ബുയൂത്തിഹിം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മലാജിഇഹിം, ആര് എവിടെ വെച്ച് കൊല്ലപ്പെടണമെന്നാണോ റബ്ബ് കണക്കാക്കിയത് ആ സ്ഥലത്തേക്ക് അവർ പുറപ്പെട്ടു വരിക തന്നെ ചെയ്യും. നിങ്ങൾ എവിടെയും പോലെ പരിയിരുന്നാലും 1-ാം തീയതി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടണമെന്ന് റബ്ബിന് തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കാലത്തെങ്കിലുമായിട്ട് നിങ്ങൾ അവിടെ വരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല മറുപടി കൊടുത്തു. അപ്പം ഖദറിനെ നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല എന്ന്, അവിടെ അങ്ങനെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞ നബി അല്ലാഹു തആല അതിനെ ആക്ഷേപിച്ചു. ഐ ഹാദാ ഖദറുൻ മുഖദ്ദറുൻ മിനല്ലാഹ്, ഇത് റബ്ബ് കണക്കാക്കിയ ഒരു കണക്കാണ്. ലാ ബുദ്ദ അൻ യഖഅ, അത് സംഭവിച്ചേ പറ്റൂ. വലാ യംനഉ മിൻഹു തഹർറുസു ഫിൽ ബുയൂതി വത്തലഹുഫ്, എവിടെയെങ്കിലും വീട്ടിൽ പോയി സുരക്ഷിതമായി കൂടലോ അതിനുവേണ്ടി മറ്റെന്തെങ്കിലുമൊക്കെ സംസാരങ്ങളോ അതുകൊണ്ടൊന്നും ഒരു രക്ഷയും കിട്ടുകയില്ല എന്ന് അല്ലാഹു തആല അവിടെ പ്രത്യേകമായി അവരെ പഠിപ്പിച്ചു കൊടുത്തു. വഖൗലു ലൗ, ലൗ എന്ന കലിമത്ത് ബഅദ നുസൂലിൽ മുസീബത്തി, ഒരു മുസീബത്ത് വന്നതിന് ശേഷം പിന്നെ ലൗ പറഞ്ഞാൽ ലാ യുഫീദു ഇല്ല തഹസ്സുറ വൽ ഹുസ്ന, അതുകൊണ്ട് വിഷമവും നിരാശയുമല്ലാതെ ഒരു കാര്യവും ഉണ്ടാവുകയില്ല. വഈലാമൻ നഫ്സി വൽളഅഫി മഅ തഅസീരി അല അഖീദ, സ്വന്തത്തെ ഒരു കുറ്റപ്പെടുത്തലും ദുർബലാവസ്ഥയും അതൊക്കെ ഉണ്ടാവുള്ളൂ, അതോടൊപ്പം അത് അഖീദയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. മിൻ ഹൈസു അന്നഹു യൂഹി ബിഅദമി തസ്ലീം ലിൽ ഖദർ, ഖദറിന് അവൻ വിധേയപ്പെടുന്നില്ല എന്ന തോന്നൽ അതിലൂടെ ഉണ്ടായി വരികയും ചെയ്യും. ثم ذكر سبحانه عن هؤلاء المنافقين مقالة أخرى, ആലി ഇംറാൻ സൂറയിൽ ഇതിന് ശേഷം അല്ലാഹു തആല ഒന്നുകൂടി പറഞ്ഞു മുനാഫിഖുകളുടെ മറ്റൊരു വാക്ക്. അതെന്താ? അല്ലദീന ഖാലു ലിഇഖ്വാനിഹിം വഖഅദു ലൗ അത്വഊനാ മാ ഖുതിലു, യുദ്ധത്തിന് പോകാതെ ഇരുന്ന കുറച്ച് ആളുകളുണ്ട് മുനാഫിഖീങ്ങൾ. നബിയോട് ഉദറൊക്കെ പറഞ്ഞിട്ട് ഇളവ് വാങ്ങിപ്പോന്ന ആളുകളുണ്ട്. വെറുതെ ഇല്ലാത്ത ന്യായം പറഞ്ഞ് പിന്നെ യഖൂലുന്ന ബുയൂതനാ ഔറ വമാ ഹിയ ബിഔറ എന്നൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ. വീട്ടിലാളില്ല നബിയെ, പിന്നെ ബുദ്ധിമുട്ടാണ്, ആളില്ല, വീട്ടിലത്ര പ്രയാസമുണ്ട്, അപ്പം ആയിക്കോട്ടെ കുഴപ്പമില്ല, പിന്നെ ഇത് പോരണ്ട എന്ന് പറഞ്ഞ് വമാ ഹിയ ബിഔറ, അവിടെ അങ്ങനത്തെ പ്രയാസമില്ല, ഓർക്ക് പോകാനുള്ള പേടി മാത്രമേ ഉള്ളൂ എന്നല്ല പിന്നെ ആയത്തിറക്കി. അങ്ങനെയൊക്കെ വല്ല ചുളിവിൽ രക്ഷപ്പെട്ട് പോകാതെ വീട്ടിലിരുന്ന ആളുകളുണ്ട്. അവർ പറഞ്ഞു എന്ത്? അല്ലദീന ഖാലു ലിഇഖ്വാനിഹിം, സ്വന്തം സഹോദരന്മാരോട് പറഞ്ഞു വഖഅദു, അവരോട് ഇരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു ലൗ അത്വഊന മാ ഖുതിലു, അവർ നമ്മളനുസരിച്ചിരുന്നുവെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നില്ല. നമ്മൾ പറഞ്ഞത് കേട്ട് ഓലും വല്ല പോകാതെ ഇരുന്നാൽ മതിയായിരുന്നു, എന്നാൽ ഓല് കൊല്ലപ്പെടില്ലായിരുന്നു. ഓല് വല്ല ആവേശത്തിലാണ് പോയല്ലോ, ഇപ്പം എന്തായി, കൊല്ലപ്പെട്ടില്ലേ എന്ന് മുനാഫിഖീങ്ങൾ പറഞ്ഞു. വഹാദിഹി മിൻ മഖാലാത്തി ബഅദിൽ മുനാഫിഖീൻ യൗമ ഉഹദിൻ അയ്ളാ, ഇതും ഉഹദ് യുദ്ധ ദിവസത്തിൽ ചില മുനാഫിഖീങ്ങൾ പറഞ്ഞ വാക്കാണ്. വയുർവ അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബൈ, ഉദ്ധരിക്കപ്പെടുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ, മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ യുആദിൽ ഖദറ, ഖദറിനെ എതിർക്കുന്നു. വയഖൂൽ, അവൻ പറഞ്ഞു ലൗ സമിഉ മശൂറതനാ അലൈഹിം ബിൽ ഖുഊദി വഅദമിൽ ഖുറൂജി മാ ഖുതിലു മഅ മൻ ഖുതില, നമ്മളെ മുഷാവറ അംഗീകരിക്കുകയും അങ്ങോട്ട് പുറപ്പെടാതെ ഇവിടെ ഇരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ കൊല്ലപ്പെട്ട കൂട്ടത്തിൽ ബനൊന്നും കൊല്ലപ്പെടില്ലായിരുന്നു. നമ്മൾ അന്നേ പറഞ്ഞാണ്, പക്ഷെ നമ്മൾ പറഞ്ഞോ കേട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ പറഞ്ഞു. ഫറദ്ദല്ലാഹു അലൈഹിം ബിഖൗലിഹി, റബ്ബ് അതിന് ഖണ്ഡനം പറഞ്ഞു. ഖുൽ ഫദ്റഉ അൻ അൻഫുസികുൽ മൗത്ത്, എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളെ സ്വന്തത്തിൽ മരണത്തെ ഒന്ന് തടുക്കുവീൻ. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ കേട്ട് പോകാതെ കൊല്ലപ്പെടില്ലെന്നല്ലോ, എന്നാൽ പിന്നെ നിങ്ങൾ മരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇതൊക്കെ വലിയ തിരിച്ചറിവെന്നൊക്കെ മനസ്സിലാക്കാൻ മാത്രമല്ല വല്ല വിളവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മരണം വരുന്നതിനെ നിങ്ങൾ തടുക്കുവീൻ എന്ന് നബിയെ പറഞ്ഞേക്കുക. ഈ പറഞ്ഞ ഓമിനെ മരിക്കാൻ പറ്റുന്നല്ലോ, കാരണം മരിക്കാൻ എവിടെയാണ് ചാൻസ്, അവിടെയൊക്കെ വല്ല കഴിച്ചതായി പോയാൽ മതിയല്ലോ. അത് പറയൂ നബിയെ എന്ന് അല്ലാഹു തആല അതിന് മറുപടി കൊടുത്തു. ഐ ഇദാ കാനൽ ഖുഊദു വഅദമുൽ ഖുറൂജി യസ്ലമു ബിഹി ശഖ്സു മിൻ ഖത്ലി അവിൽ മൗതി, ഈ പുറപ്പെട്ടു പോകലോ വീട്ടിലിരിക്കലോ ഒക്കെ ഒരാളെ മരണത്തിൽ നിന്നോ കൊല്ലപ്പെടുത്തിൽ നിന്നോ രക്ഷപ്പെടുത്തുമെങ്കിൽ ഫയംബഗി അല്ലാ തമൂതു, നിങ്ങൾ മരിക്കാതിരിക്കണമല്ലോ. എന്നാൽ വൽ മൗതു ലാ ബുദ്ദ അൻ യഅതി ഇലൈക്കും, മരണമാകട്ടെ നിങ്ങൾക്കും വരിക തന്നെ ചെയ്യും. ഫി അയ്യി മക്കാനിൻ, ഏതു സ്ഥലത്താണെങ്കിലും ശരി,
നിങ്ങൾക്ക് മരണം ബാധിക്കും. ഫദ്ഫഉഹു അൻ അൻഫുസിക്കും, എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആ മരണത്തെ തടുക്കുവീൻ. ഇൻ കുന്തും സ്വാദിഖീന ഫീ ദഅവാക്കും, നിങ്ങളുടെ വാദം സത്യസന്ധമാണെങ്കിൽ. അന്നമൻ അത്വഅക്കും സലിമ മിനൽ ഖത്ൽ, നിങ്ങളുടെ വാദം എന്താണ്? നിങ്ങൾ അനുസരിച്ചോന് കൊല്ലപ്പെടുക എന്നാണല്ലോ. ആ വാദം സത്യസന്ധമാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ മരണമില്ലാതെ നിങ്ങളൊന്ന് കാണിക്കുവീൻ എന്ന് നബിയെ നിങ്ങൾ പറയുക എന്ന് അല്ലാഹു തആല അതിന് മറുപടി ഇറക്കി. قال شيخ الإسلام ابن تيمية لما ذكر مقالة ابن أبي هذه, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ ഈ വാചകം പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ഫലമ്മൻ ഖസറ യൗമ ഉഹുദിൻ, ഈ ഉഹുദ് ദിവസം അവൻ പിന്മാറിയപ്പോൾ, ഇൻ ഖസറ പിന്മാറി, ദുർബലം കാണിച്ചു അർത്ഥം. വഖാല, അവൻ പറഞ്ഞു, യദഉ റഅയി വറഅയഹു, യദഉ റഅയി, മുഹമ്മദ് എൻ്റെ അഭിപ്രായം ഒഴിവാക്കുന്നു, വറഅയഹു, സ്വന്തം അഭിപ്രായം ഒഴിവാക്കുന്നു, വയഖുദു ബിറഅയി സിബിയാൻ, എന്നിട്ട് കുട്ടികളുടെ അഭിപ്രായമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ പറഞ്ഞ ഏതായാലും എടുത്തില്ല, എന്നാൽ സ്വന്തം അഭിപ്രായം അതും ഒഴിവാക്കി. എന്നാൽ ആ കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടിപ്പോൾ അവരെ ഇതിനനുസരിച്ചാണല്ലോ മുഹമ്മദ് പോയത് എന്ന് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ പറഞ്ഞു. ഔ കമാ ഖാൽ ഇൻ ഖസറ മഅഹു ഖൽഖുൻ കസീർ, കുറേ ആളുകളും അവൻ്റെ കൂടെ പിന്മാറി. ഉഹദിലേക്ക് പോയതില്ലെന്ന് 300 ശതമാനം ആളുകൾ പിന്മാറിയല്ലോ. അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് മാത്രമല്ല പോകുന്നത്, അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ഇതാണ് പറഞ്ഞത്. ഒന്നിച്ച് പേര് കൊടുത്ത് ഇറങ്ങി പുറപ്പെട്ടൊക്കെ പോയി. കുറച്ചാണ് പോയിട്ടാണ് പറഞ്ഞത്, എന്താ ഇപ്പം നമ്മൾ പറഞ്ഞ അഭിപ്രായം നിർത്തിയിട്ടില്ല, നബിൻ്റെ സ്വന്തം അഭിപ്രായം പോലും ഒഴിവാക്കിയിട്ട് ഇപ്പം ഈ കുട്ടികളെ വർത്തമാനം കേട്ടിട്ടാണ് പോകേണ്ടത്, ഇത് ശരിയാവില്ല, ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറിയപ്പോഴാണ് അത് ശരിയായിട്ടും എന്നാൽ അപ്പം ഞാനില്ല. കുറേ ആളുകൾ ഉബയ്യിൻ്റെ കൂടെ അബ്ദുല്ലാഹിൻ്റെ കൂടെ പോന്നു. എന്നാൽ കാന കസീറും മിൻഹും ലം യുനാഫിഖ് ഖബ്ല ദാലിക, അതിൽ പലരും അതിന് മുമ്പ് മുനാഫിക്കായിരുന്നില്ല. ഫഉലൈക കാനു മുസ്ലിമീൻ, ഒരു മുസ്ലിമീങ്ങളായിരുന്നു. വകാന മഅഹും ഈമാനുൻ, അത് ഈമാനും ഉണ്ടായിരുന്നു. ഹുവല്ലാഹു അല്ലദീ ദറബല്ലാഹു ബിഹിൽ മസൽ, റബ്ബ് ഉദാഹരണമായി പറഞ്ഞ വെളിച്ചമായ ഈമാൻ അവർക്കുണ്ടായിരുന്നു. ഫലൗ മാതു ഖബ്ല മിഹ്നതി വന്നിഫാഖി ലമാതു അൽ ഇസ്ലാം, ഈ ഒരു പരീക്ഷണത്തിനും ഈ നിഫാഖിന് മുമ്പ് മരിക്കുകയാണെങ്കിൽ അവർ ഇസ്ലാമിലായിട്ട് മരിക്കേണ്ടവരാണ്. വഹഉലൈ ലം യകുനൂ മിനൽ മുഅ്മിനീന ഹഖ്ഖാ, എന്നാൽ അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളായിട്ടുമില്ല, ശരിയായ മുഅ്മിനീങ്ങൾ അല്ലതാനും. അല്ലദീന ഉംതുഹിനു ഫസബതു അലൽ മിഹ്നതി വലാ മിനൽ മുനാഫിഖീൻ അല്ലദീന ഇർതദ്ദു അൻ ഈമാൻ ബിൽ മിഹ്ന, പരീക്ഷിച്ച് ഈമാൻ സ്ഥിരപ്പെട്ടു എന്ന് അംഗീകരിക്കപ്പെട്ട ഹക്കായ മുഅ്മിനീങ്ങളാണോ? അല്ല. എന്നാൽ സമ്പൂർണ്ണ മുനാഫിഖീങ്ങളാണോ? അല്ല. ഇത് രണ്ടുമല്ലാത്ത കുറച്ച് മുസ്ലിമീങ്ങളുടെ ഈ കൂട്ടത്തിൽ അവരും അബ്ദുല്ലാഹിന്റെ വർത്തമാനം കേട്ടപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ പോയി. പിന്നെ ഒരു മുനാഫിഖുകളെ പണം കൂടി അതിന് കൂടി പിന്നെ ആ ടീമാകുമ്പോൾ അങ്ങനെയാണല്ലോ, പിന്നെ ഒക്കെ അയാളെ വയലാ പിന്നെ കേൾക്കുക, പിന്നെ അത് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ പിന്നെ ഓലെ കൂടെ കൂടി അങ്ങനെ റൂട്ടുമാറിപ്പോയവരായിരുന്നു അതിൽ പലരുമെന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു. അപ്പോൾ ആ ഒരു പദം നമ്മൾ പറഞ്ഞ് കേട്ടിരുന്നുവെങ്കിൽ എന്ന ആ വാക്യമെന്നാണ് ഇത്രയും മനുഷ്യന്മാർ തെറ്റിപ്പോകാൻ വരെ കാരണമായി മാറിയത്. ഇൻതഹ, ഷെയ്ഖിൻ്റെ വാക്ക് അവിടെ അവസാനിച്ചു. വശാഹിദു മിൻഹു, ഈ ആയത്തിൻ്റെയും ഈ സംഭവത്തിൽ നിന്നൊക്കെയുള്ള തെളിവെന്താണ്? അന്നൽ ലഹ്ജ ബി കലിമത്തി ലൗ ഇൻദ ഹുസൂലിൽ മസ്വാഇബി, മുസീബത്തുകൾ ബാധിക്കുമ്പോൾ ലൗ എന്ന പ്രയോഗം മിൻ സിമാത്തിൽ മുനാഫിഖീൻ, അത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ഖളാഇ വൽ ഖദർ, ഖലാ ഖദറിൽ വിശ്വാസമില്ലാത്ത മുനാഫിഖുകൾ. ഖലാ ഖദറിൽ ഏറ്റവും അധികം തെറ്റിപ്പോയ വിഭാഗം അന്നത്തെ മുനാഫിഖുകളാണ്, മക്കത്തെ മുശ്രിക്കീങ്ങൾ മറ്റൊന്ന്. പിന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ വന്നപ്പോൾ മുഅ്തസിലികളും ജഹ്മികളും ജബരികളും ജൈദികളും എല്ലാം ഖലാ ഖദറിൽ പഴിച്ചവരാണ്. ഖലാ ഖദർ രണ്ടായിട്ടാണ് പഴിച്ചത്, ഒറ്റ ഇതല്ല. ഖലാ ഖദറിൽ 2 രൂപത്തിലാണ് പഴിച്ചത്. ഒന്ന് ഖദറേ ഇല്ല എന്ന് പറഞ്ഞ് ഖദറിനെ പൂർണ്ണമായും നിഷേധിക്കുകയും അസ്ബാബുകളെ മാത്രം അവലംബിക്കുകയും ചെയ്ത മുഅ്തസിലികൾ ഒരു ഭാഗത്ത്. 2 ഖദറേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു അസ്ബാബും വേണ്ട എന്ന് പറഞ്ഞ ഖദറിൽ അതിര് കവിഞ്ഞ ആളുകൾ. ഇത് രണ്ടും ഖദരികളാണ്, ഇത് രണ്ടും ഖദരികളാണ്. അപ്പോൾ രണ്ടുമല്ല. അഹ്ലുസുന്നയെ സംബന്ധിച്ചെന്താണ്? അസ്ബാബുകൾ സ്വീകരിക്കുക, അതിനപ്പുറമുള്ള റബ്ബിലേക്ക് വിടുക. അതാണ് പ്ലേഗ് രോഗം വ്യാപകമായപ്പോൾ ഉമർ ഖത്താബ് യാത്ര ക്യാൻസൽ ചെയ്തല്ലോ. ഉമർ ഖത്താബ് സിറിയയിലേക്ക് വിസിറ്റ് പ്രഖ്യാപിച്ചു, ഖലീഫയായ സമയത്ത് സിറിയയിലേക്ക് വിസിറ്റ് പ്രഖ്യാപിച്ചു. അങ്ങനെ യാത്ര പുറപ്പെട്ടു. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് സിറിയയിൽ മൊത്തം പ്ലേഗ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമർ ഖത്താബ് ശൂറ ചെയ്തു, എന്ത് വേണം, അവിടെ മൊത്തം പ്ലേഗാണ്, പോണോ പോണ്ടേ? ചിലർക്ക് ഇപ്പോൾ നമ്മൾ ഏതായാലും ഒരുങ്ങിയില്ലേ, നമ്മൾ പോവുക, റബ്ബിൻ്റെ ഖദറല്ലേ, ഉള്ളത് സംഭവിക്കും.
ചിലപ്പോൾ അല്ല, നബി പറഞ്ഞിട്ടുണ്ട് ഒരു നാട്ടിൽ പ്ലേഗ് ഉണ്ട് കേട്ടാൽ അങ്ങോട്ട് പോകാൻ പാടില്ല, ഉള്ള നാട്ടിൽ പ്ലേഗ് ഉണ്ടായാൽ അവിടെ തൊട്ട് പേടിച്ചു പോകാനും പാടില്ല. അങ്ങനെ ഉംറ ഖത്താബ് തീരുമാനമെടുത്തു, നമുക്ക് തിരിച്ചു പോകാം, യാത്ര ക്യാൻസലാക്കാം. അപ്പം ചിലർ ചോദിച്ചു തഫിറു മിൻ ഖദരില്ല, അള്ളാഹിൻ്റെ ഖദറിനാണോ പേടിച്ചു കൂടുന്നത് ചോദിച്ചു. അള്ളാഹിൻ്റെ ഖദറല്ലേ, അപ്പോൾ അവിടെ പോയെന്താ സംഭവിക്കൂലേ? ഇതേപോലെ അതെ, നഅം അഫിറു മിൻ ഖദരില്ല ഇലാ ഖദാ ഇല്ല, അള്ളാഹിൻ്റെ ഖദർ അള്ളാഹിൻ്റെ ഖദായിലേക്കാണ് ഞാൻ ഓടുന്നത്. ഖദർ എന്തായാലും ഉണ്ടാകും. അപ്പോൾ അസ്ബാബുകൾ സ്വീകരിക്കാൻ. അവിടെ അങ്ങനെ പ്രയാസമുണ്ട് കേട്ടിട്ട് അതിൽ പോയി ചാടണോ? വേണ്ട. ഇനി തിരിച്ചു പോയിട്ടും പ്ലേഗ് ബാധിക്കാൻ അള്ളാഹിൻ്റെ തീരുമാനമുണ്ടോ? അത് ബാധിക്കുകയും ചെയ്യും. അപ്പം ഈ യാത്ര ക്യാൻസലാക്കുന്നത് എന്തല്ല, ഖദറിന് എതിരല്ല. എന്നാൽ ക്യാൻസലാക്കിയാൽ ഇന്ന പ്ലേഗ് ബാധിക്കുക എന്നാണെങ്കിലോ അത് പറ്റൂല. ക്യാൻസലാക്കി പോകുന്ന മദീനത്തിൽ ഇപ്പോൾ പ്ലേഗ് ബാധിക്കാനൊക്കെ ഇപ്പോൾ തീരുമാനം ഉണ്ടാവുക. റബ്ബിൻ്റെ തീരുമാനം മദീനയിൽ പ്ലേഗ് ബാധിക്കണം എന്നാണ്. അപ്പോൾ തിരിച്ചു പോരണം. അതാണ് അള്ളാഹിൻ്റെ ഖദറിന് അള്ളാഹിൻ്റെ ഖദായിലേക്ക് തന്നെയാണ് ഞാൻ ഓടുന്നത് എന്ന് ഉമർ ഖത്താബ് അതിന് മറുപടി കൊടുത്തത് പ്രസിദ്ധമാണ്. അപ്പം ഇത്തരം ശൈലികൾ മുനാഫിക്കുകളുടേതാണ്. അപ്പം ഇവർക്കെല്ലാം തെറ്റിൽ അവിടെയാണ്. നമ്മുടെ ഈ ജഅദികൾ, ജബരികൾ, ജഹ്മികൾ, മുഅ്തസിലിയാക്കൾ, ഖദരികൾ ഇവരെല്ലാവർക്കും പിഴച്ചത് ഖദാ ഖദറിൻ്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് ആ വിഷയമാണ് ഇത് പലപ്പോഴും വസ്വാസാകും തെറ്റിപ്പോലൊക്കെ കാരണമായി മാറുകയും ചെയ്യാറുള്ളത്. ഫയജിബു അലൽ മുഅ്മിൻ, മുഅ്മിന് നിർബന്ധമാണ് അൽ ഇബ്തിആദു അനി തലഫുദി ബിഹാദിഹിൽ കലിമ, ഈ പദം ഉപയോഗിക്കൽ നിന്ന് ഒഴിവാവുക. ഇൻദമാ തുസീബുഹു മിഹ്നത്തുൻ ഔ മക്റൂഹുൻ, വല്ല പരീക്ഷണങ്ങളോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കുമ്പോൾ ഈ പദമല്ല അവൻ പറയേണ്ടത്. വൻ യഅദില, അതിനോ മാറ ഇതിൽ അൽഫാദ് ത്വയ്യിബ, നല്ല വാക്കിലേക്ക് മടങ്ങാം. പോസിറ്റീവായ നല്ല വാക്കുകൾ അതിന് പറയാം. അല്ലത്തി ഫീഹാ റിളാ ബിമാ ഖദ്ദറല്ലാഹ്, അല്ലാഹുവിൻ്റെ ഖദറിൽ തൃപ്തി അടയുന്ന വാക്കുകൾ പറയാം. വൽഇഹ്തിസാബ വൽഇഹ്തിസാബ, ക്ഷമയും പ്രതിഫലം കാക്ഷിക്കലും ഉൾക്കൊള്ളുന്ന പദങ്ങൾ അതിന് പറയാം. വഹിയൽ അൽഫാദുല്ലത്തി വജ്ജഹ ഇലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മോട് മുസീബത്തിലായി എന്ത് ചെയ്യണം നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഫീമാ റവാഹു മുസ്ലിമുൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസ് അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി തങ്ങൾ പറഞ്ഞു അൽ മുഅ്മിനു ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. നബി തങ്ങൾ പറഞ്ഞു ഖവിയായ മുഅ്മിൻ, ശക്തനായ മുഅ്മിനാണ് ദുർബലനായ മുഅ്മിനേക്കാൾ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളത്. ഒന്നും ചെയ്യാൻ കഴിയാത്ത ദുർബലനായി മടിച്ചിരിക്കുന്ന ഒരാൾ, അയാളേക്കാൾ അല്ലാഹ്ക്ക് ഇഷ്ടം എവിടെയും ശക്തമായി സജീവമായി ഓടിച്ചാടി ഇറങ്ങിപ്പുറപ്പെട്ട് എല്ലാത്തിനും ചെയ്യുന്ന നല്ല കവിയായ ഒരു ആരോഗ്യവാനായ ഒരു മുഅ്മിൻ, അവനെയാണ് ദുർബലനായവനേക്കാൾ അല്ലാഹ്ക്ക് ഇഷ്ടം. എന്ന വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും ഖൈറുണ്ട് താനും. ഒരാൾക്ക് ആരോഗ്യം ഇല്ല മറ്റേ മോശമെന്നല്ല, വളരെ കുറെ ഖൈറുണ്ടാകും, എല്ലാവരിലും ഉണ്ട് ഖൈർ. പക്ഷേ ദീനിന് വേണ്ടി തൻ്റെ ആരോഗ്യവും തൻ്റെ ഊർജവും ഒക്കെ ചെലവഴിക്കുന്ന നല്ല സജീവനായ ഒരാൾ, അയാളെയാണ് അല്ലാഹു തആലാക്ക് ഇഷ്ടം. ഇത് നബി തങ്ങൾ പറഞ്ഞു ഇഹ്രിസ് അലാ മാ യൻഫഉക, ഇഹ്രിസ് നീ താല്പര്യം കാണിക്കണം, അലാ മാ യൻഫഉക നിനക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിൽ നിനക്ക് താല്പര്യമുണ്ടാകണം. നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യം, അധ്വാനിക്കുക, വീട് വെക്കുക, സമ്പാദിക്കുക തുടങ്ങി നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ നീ താല്പര്യം വെക്കണം. വസ്തഇൻ ബില്ലാഹ്, റബ്ബിനോട് സഹായത്തിനായി തേടുകയും വേണം. വലാ തഅജിസൻ, എന്നാൽ നീ ഒരിക്കലും അശക്തനാവരുത്. അതിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല, അത് വെറുതെയാണ്, ഇതുണ്ടാകാൻ പറ്റില്ല, അത് എപ്പോഴും ആ പിന്നിക്ക് പോവുകയുള്ളൂ. എന്തൊക്കെ വിളിച്ചാലും ആ കാര്യമില്ല, അവിടെ ഇപ്പം എന്താ കാര്യം, അത് നടക്കൂല, അത് വെറുതെയാണ്, അത് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ അജസ്, അശക്തി കാണിക്കുക, അത് ചെയ്യരുത്. വൈൻ അസ്വാബക ശൈഉൻ, നിനക്ക് വല്ലതും ബാധിച്ചാലോ ഫലാ തഖുൽ, നീ പറയരുത് ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നല്ലോ എന്ന് നീ പറയരുത്. ഫഇന്ന ലൗ അല്ല വലാകിൻ ഖുൽ, നീ പറഞ്ഞോ ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ, അത് പറഞ്ഞോ ഖദ്ദറല്ലാഹ്, അല്ലാഹ് കണക്കാക്കി, വമാ ശാഅ ഫഅൽ അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിച്ചു എന്ന് നീ പറഞ്ഞോ. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, കാരണം ലൗ എന്ന പ്രയോഗം ശൈത്താൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. ശൈത്താൻ കാത്തിക്കാണ്, ഓന് പറഞ്ഞിട്ടാൽ മതി, പിന്നെ ഓനെ പിന്നാലെ കൂടാന്ന്. അപ്പോൾ ഓന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് മനസ്സിലായി, അവിടെ ശൈത്താൻ കയറും.
എന്നിട്ട് പിന്നെ ഇങ്ങനെ അതിന് പിന്നാലെ കൂട്ട് പോകാൻ ഇങ്ങനെ വസ്വാസാക്കി ടെൻഷനാക്കി പിന്നെ അവസാനം പോകണമെങ്കിൽ എവിടേക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല. അവിടെ നീ ചെയ്യണ്ട. അപ്പം എല്ലാം ഇതിന് വന്നു. ഒന്ന് നബി പറഞ്ഞത് ആരോഗ്യവാനായ ശക്തനായ വിശ്വാസിയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, എന്നാൽ എല്ലാവരിലും ഖൈറുണ്ട്. പിന്നെ പറഞ്ഞതാണ് നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ താല്പര്യം വെച്ച് ഉറപ്പിക്കണം. അതോടൊപ്പം ഒസ്തഴിമ്പില്ല, റബ്ബിനോട് നീ സഹായം തേടുകയും വേണം. നിന്റെ കുവ്വത്ത് മാത്രം പോരാ, നിന്റെ കഴിവും നിന്നത് മാത്രം പോരാ, റബ്ബിൻ്റെ സഹായം കിട്ടണം. വലാ തഅജിസൻ, അശക്തനാവരുത്. ഇനി വല്ലതും സംഭവിച്ചാലോ ലൗ ഫഅൽതു കദാ എന്ന് പറയരുത്. ഖദ്ദറല്ലാഹ് വമാ ശഅ ഫഅൽ എന്ന് പറഞ്ഞോ. ലൗ എന്ന പ്രയോഗം ശൈത്താൻ്റെ അമൽ തുറക്കുന്നതാകുന്നു. ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണിത്. ഫഖദ് വജ്ജഹ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഇവിടെ നമ്മെ തിരിച്ചു വിടുന്നു ഇലാ ഫഇലിൽ അസ്ബാബ്, അസ്ബാബുകൾ ചെയ്യണമെന്ന് നബി പ്രത്യേകം പറഞ്ഞു. അല്ലത്തി തൻഫഉൽ അബ്ദ ഫീ ദുനിയാഹു വആഖിറതിഹി, ദുനിയാവിലും ആഖിറത്തിലുമായി ഉപകാരപ്പെടുന്ന എന്തെല്ലാം അസ്ബാബുണ്ടോ അതൊരാൾ ചെയ്യണം. മിമ്മാ ശറഅഹു അല്ലാഹു തആല ലി ഇബാദിഹി, അല്ലാഹ് ശറഅാക്കിയത്, അല്ലാഹ് അനുവദിച്ചത്. ഹറാമായ അസ്ബാബ് ചെയ്യാൻ പറ്റൂല. മിൻ അസ്ബാബിൽ വാജിബത്തി വൽ മുസ്തഹബത്തി വൽ മുബാഹത്തി, ചിലത് നിർബന്ധമായ അസ്ബാബ് ഉണ്ടാവും, ചിലത് സുന്നത്തായ അസ്ബാബ് ഉണ്ടാവും, ചിലത് അനുവദനീയമായ അസ്ബാബ്. എല്ലാ അസ്ബാബും ഹുക്കുമല്ല, ചിലത് നിർബന്ധമാണ്. ഇപ്പം ഭക്ഷണം അത് നിർബന്ധമായി കഴിച്ചേ പറ്റൂ. ഭക്ഷണം കഴിക്കാതെ ഞാൻ തവക്കിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മരിച്ചാൽ ഒരു കുറ്റം കിട്ടും. ഭക്ഷണം കൊടുത്തു കഴിച്ചില്ല, ഞാൻ തവക്കിലാക്കിയാണ്, ആ പട്ടിനെടുത്ത് പടിയാണ്, അപ്പോഴും ഭക്ഷണം വെള്ളം കൊടുത്തു പോകാൻ പറയാൻ എനിക്ക് വേണ്ട, ഞാൻ തവക്കിലാക്കിയതാണ്. അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആത്മഹത്യനെ കുറ്റം ഉണ്ടാവും. കാരണം ആ അസ്ബാബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. എന്നാൽ അതുപോലെ നിർബന്ധമുള്ള എല്ലാ അസ്ബാബും ഇല്ല. ചികിത്സിക്കൽ അതിൽപ്പെട്ടതാണോ അല്ലേ ഖിലാഫുണ്ട്. മുസ്തഹബാണോ വാജിബാണോ എന്നത്. ഈ ഭക്ഷണം പോലെ വെള്ളം പോലെ അത്ര തന്നെ മുസബ്ബബിനെ നിർബന്ധമാക്കുന്ന സബബല്ല ചികിത്സകൾ. ചികിത്സ പല രൂപത്തിലാണോ, പല ടൈപ്പ് ചികിത്സ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ഇങ്ങനത്തെ ആണോ അല്ലേ എന്നുള്ളത് മറ്റു തരമാണ്. ചിലത് അനുവദനീയമായ അസ്ബാബായിരിക്കും, നിർബന്ധമില്ല, സുന്നത്തില്ല, അനുവദനീയമാണ്. ഓരോ ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. ഒരു വണ്ടി വാങ്ങി, ഓന് ഇവിടുന്ന് പരിക്ക് കടന്നു പോകാൻ പറ്റും, വണ്ടിക്ക് പോകാൻ പറ്റും. ഒരു വണ്ടിക്ക് പോയാൽ ഒരു സമയം ലാഭിക്കാം, ഒരു കുറേ മെച്ചമുണ്ടാവും. അത് ഓനിഷ്ടം, മുബാഹായ അസ്ബാബാണ്. ഒരാൾ വണ്ടി വാങ്ങണില്ല തീരുമാനിച്ചു, വേണ്ട കുഴപ്പമില്ല, ഓന് ബസ്സിനേരി പോകാം, നടന്നു പോകാം, അത് അനുവദനീയമായൊരു സബബാണ്. അപ്പം ഇതൊക്കെ ഉപയോഗപ്പെടുത്താം ശറഇന് വിരുദ്ധമല്ലെങ്കിൽ. എന്നാൽ വയകുനിൽ അബ്ദു, അടിമയാവണം ഫീ ഹാലി ഫിഅലിഹി അസ്സബബ, ഈ സബബുകളെ ചെയ്യുമ്പോഴും മുസ്തഈനം ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടുന്നവനാകണം. എന്തിന്? ലിയുതിമ്മ ലഹു സബബഹു വയൻഫഉഹു, ആ സബബ് പൂർത്തിയായി കിട്ടാനും അത് ഉപകാരപ്പെടാനും ഓൻ പ്രാർത്ഥിക്കണം. സബബ് ചെയ്തുകൊണ്ട് മാത്രം മുസബബ് ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞല്ലോ. അപ്പം സബബ് ചെയ്തു, അപ്പം ഇതാ ചെയ്തിരിക്കുന്നു, നീ ശിഫ നൽകണേ. നബി തങ്ങൾ പറഞ്ഞല്ലോ, രോഗം വന്നാൽ ചികിത്സിക്കുവീൻ, ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ ബരി സുഖപ്പെടും ബിഇദ്നില്ല, റബ്ബിൻ്റെ ഇതിന് പ്രകാരം. അപ്പം റബ്ബെ ഇതാ ഞാൻ ചികിത്സിച്ചു, നീ എനിക്ക് ശിഫ നൽകണേ. റബ്ബെ ഞാൻ കല്യാണം കഴിച്ചു, സ്വലീഹ സന്താനം നൽകണേ. ഇവിടുത്തെ കല്യാണം കഴിക്കണില്ല, സ്വലീഹ സന്താനം നൽകണേ പ്രാർത്ഥിക്കണമെങ്കിലോ അത് പറ്റൂല. അപ്പം അസ്ബാബുകൾ ചെയ്യുന്നു, ആ അസ്ബാബ് ഉപകാരപ്പെടാനും അത് പൂർത്തിയായി കിട്ടാനും അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല ഹുവല്ലദീ ഖലഖസ് സബബ വൽ മുസബ്ബബ, സബബിനെയും മുസബ്ബബിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. കാര്യങ്ങളെയും കാരണങ്ങളെയും സൃഷ്ടിച്ചവൻ അല്ലാഹ്. സബബ് മുസബ്ബബാത്താണ് കാര്യകാരണ ബന്ധങ്ങൾ. മുസബ്ബിബുൽ അസ്ബാബ്, കാരണങ്ങളാക്കിയവൻ അല്ലാഹ്. മുസബ്ബിബ് അല്ലാഹ്, മുസബ്ബബ് കാര്യങ്ങൾ, സബബ് കാരണങ്ങൾ. അപ്പൊ സബബിനെയും മുസബ്ബബിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹു തആല. ഈ സബബിനെ ആ മുസബ്ബബിനെ സബബാക്കിയതോ അതും അല്ലാഹു തആല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ശരീരം അനുസരിച്ച് അതുകൊണ്ട് വളരുന്നു, ഇത് അല്ലാഹു വെച്ച സബബാണ്. എന്നാൽ മൃഗങ്ങളും പക്ഷികൾക്കും മറ്റു സിസ്റ്റമാണ്, പിന്നെ സസ്യങ്ങൾക്ക് വേറൊരു സംവിധാനമാണ്, ജിന്നുകൾക്ക് മറ്റൊരു സംവിധാനമാണ്, മലക്കുകൾക്കോ ഭക്ഷണം തന്നെ വേണ്ട. ഇതിങ്ങനെയൊക്കെ വെച്ചതാരാ? അല്ലാഹു തആല. ഒരു ചെടി കൊമ്പ് വെട്ടി അപ്പുറത്തോടെ കുഴിച്ചിട്ടാൽ അത് വീണ്ടും
വളർന്നു വരും ചില ചെടികൾ. ചിലത് കൊമ്പിട്ടുണ്ടാവില്ല. തെങ്ങിനെ ഓലോട്ടി കൊണ്ട് കുത്തിയാൽ മുളക്കൂലല്ലോ. ചിലത് അതിന് വിത്തുണ്ടാക്കിയിട്ട് പാകണം, അപ്പം ഉണ്ടാവുള്ളൂ. ചിലത് വേര് പൊട്ടിച്ചിട്ട് കൊണ്ടുപോയി വെക്കണം. ചിലത് അതുകൊണ്ടൊന്നും പുതിയ ഉണ്ടാക്കാൻ പറ്റിക്കോളുന്നില്ല. എന്നാ മനുഷ്യന്മാരെ കൈയൊട്ടിക്കാണ്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ വേറെ മനുഷ്യൻ ഉണ്ടാവുമോ? ഇല്ല. എന്താ അപ്പം അള്ളാഹ്ക്ക് മനുഷ്യരെ അങ്ങനെ ആക്കിക്കൂടെയെന്നോ? ആക്കാമായിരുന്നു. അല്ല വെച്ച് ഇങ്ങനെയാണ്. അപ്പോൾ ഓരോന്നിനെയും സബബാക്കിയവൻ അള്ളാഹു തആലയാണ്. മുസബ്ബിബുൽ അസ്ബാബ്, സബബുകളെ സബബാക്കി മാറ്റിയവൻ പടച്ച റബ്ബ്. അപ്പോൾ സബബിനെ പടച്ചത് അള്ളാഹ്, മുസബ്ബിനെ പടച്ചതും അള്ളാഹ്. അതുകൊണ്ട് ഈ സബബ് പൂർത്തിയാക്കി തരേണ്ടവൻ അള്ളാഹുവാണ്. റബ്ബ് സബബ് ഉണ്ടാക്കി തന്നു, ആ സബബ് ഉപയോഗിക്കുക. റബ്ബേ ഇതാ നീ പറഞ്ഞ സബബ് ഞാൻ ഉപയോഗിച്ചു, ബാക്കി അതിൻ്റെ ഫായിദ നീ നൽകണേ, എളുപ്പമാക്കണേ, ഉപകാരം നൽകണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി പ്രാർത്ഥിക്കാൻ ആവശ്യമൊന്നുമില്ല, സബബ് ചെയ്തല്ലോ, അത് പറ്റൂല. സബബ് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ദ്വാരിക്കുന്നുണ്ട്, അത് പറ്റൂല. രണ്ടും വേണം. സബബുകളെ ചെയ്യുകയും വേണം, അത് പൂർത്തിയായി കിട്ടാനും പ്രയോജനം കിട്ടാനും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും വേണം. വൽ ജംഉ ബൈന ഫിഅലി സബബി വത്തവക്കുൽ അലല്ലാഹ്. കണ്ടോ, വൽ ജംഉ ബൈന ഫിഅലി സബബ്, സബബുകൾ പ്രാവർത്തികമാക്കുക എന്നതും വത്തവക്കുൽ അലല്ലാഹ്, റബ്ബിൽ തവക്കുലാക്കുക എന്നതും, അത് രണ്ടും ജംഉ ചെയ്യൽ, ഒരുമിച്ച് കൂട്ടൽ, അതാകുന്നു തൗഹീദുൻ. അതാണ് തൗഹീദ്. അല്ലാതെ സബബ് ഒഴിവാക്കിയിട്ട് തവക്കുലല്ല. അതാണ് ഒട്ടകത്തെ കെട്ടിയിടാതെ പോന്നപ്പൻ നബി ചോദിച്ചല്ലോ, എന്താ കെട്ടാത്ത ചോദിച്ചു. ഞാൻ തവക്കുലാക്കിയത്. ആദ്യം കെട്ടിക്കാള്, ഇത് തവക്കുലാക്കിയത്. അവിടെ കെട്ടിയിടാം, ബാക്കി റബ്ബിനെ. കെട്ടാതെ കഴിച്ചിട്ടുണ്ട് തവക്കുലാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടകം പോണേക്ക് പോകും. അപ്പം ചെയ്യാതെ ചെയ്യണം. എന്നാൽ അത് മാത്രം മതിയോ? പോരാ. അത് പ്രയോജനമുണ്ടാക്കുന്നവൻ അല്ലാഹു തആലയാണ്. സുമ്മ നഹാ അനിൽ അജ്സി. പിന്നെ നബി തങ്ങൾ അടുത്ത വാക്കുകൾ എന്താണ്? വലാ തഅജ്സൻ, നീ അശക്തനാവരുത്. അഥവാ വഹുവ തർക്കു ഫീൽ അസ്ബാബിൻ നാഫിഅ. ഇവിടുത്തെ അശക്തി എന്താണ്? ഉപകാരപ്രദമായ അസ്ബാബുകളെ പ്രാവർത്തികമാക്കാതിരിക്കുക. അതാണ് അജ്സ്. അസ്ബാബുകളെ ഒഴിവാക്കുക. വഹുവ ളിദ്ദുൽ ഹിർസ് അലാ മാ യൻഫഅ. ഉപകാരമുള്ളതിന് നീ താല്പര്യം കാണിക്കണം പറഞ്ഞാൽ ആദ്യം ഇഹ്രിസ് അലാ മാ യൻഫഅക. അതിന് നേരെ വിപരീതമാണത്. ഇഹ്രിസ് അലാ മാ യൻഫഅക, ഉപകാരമുള്ളതിൽ നീ താല്പര്യം വെക്കുക. അതിന് ഓപ്പോസിറ്റാണ് ഒന്നും ചെയ്യാതൊക്കെ എന്നുള്ളത്. അത് പറ്റൂല. വലാ തഅജ്ജസ്, നീ അശക്തനാവരുത്. ഫൈദാ ഹറസ അലാ മാ യൻഫഅഹു, ഉപകാരമുള്ളതിൽ താല്പര്യം കാണിച്ചാൽ വബദല സബബ, അതിന് വേണ്ട സബബുകളെ അവൻ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ സുമ്മ വഖഅ ഖിലാഫു മാ അറാദ, എന്നിട്ടും അവൻ ഉദ്ദേശിച്ചത് എതിരായി സംഭവിച്ചു. നമ്മൾ മാക്സിമം പരിശ്രമിച്ചു, നമ്മളെ പിന്നാലെ ഓടി, ഒരുപാട് ചെയ്തു, പക്ഷെ അവസാനം നമ്മൾ വിചാരിച്ചല്ല നടന്നത്. ഔ അസ്വാബഹു മാ യക്റഹ്, ഒരു വെറുപ്പുള്ള കാര്യമാണ് സംഭവിച്ചത് എങ്കിൽ ഫലാ യഖുൽ, പിന്നെ അവൻ പറയാൻ പാടില്ല ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ വകദാ എന്ന് പറയും. ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പിന്നെ പറയരുത്. അവൻ ചെയ്യാതെ ചെയ്തു, അള്ളാഹിനുള്ളതായിരുന്നു, പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. അപ്പം എന്ത് മനസ്സിലാക്കാം? പടച്ച റബ്ബിൻ്റെ ഖദർ അങ്ങനെയാണ്. ഈ അസ്ബാബുകൾ കൊണ്ട് ആ മുസബ്ബബ് ഉണ്ടാവാൻ അല്ലാഹ് കണക്കാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ലിഅന്ന ഹാദിഹിൽ കലിമ, ഈ പദം ലാ തുജ്ദി ശൈഅ, അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? ഇല്ലല്ലോ. ഒരു മുസീബത്ത് വന്നു കഴിഞ്ഞു, ഇനി ഇത് പറഞ്ഞിട്ട് ആ മുസീബത്ത് ഒഴിവാകുമോ? ഒന്നുമില്ല. പിന്നെയോ വഇന്നമാ തഫ്തഹു അമല ശൈത്താൻ, അത് ശൈത്താൻ്റെ അമൽ തുറക്കം കുറിക്കുകയാണ് ചെയ്യുക. വതബഅസ തഅസ്സുഫി വലൗമിൽ ഖദരി, അത് പിന്നെ വിഷമുണ്ടാകാനും ഖദറിനെ ആക്ഷേപിക്കാനും ഒക്കെയാണ് പ്രേരിപ്പിക്കുക. വദാലിക യുനാഫി അസ്സബ്റ വദില്ലാ, അത് ക്ഷമക്ക് വിരുദ്ധമാണ്, തൃപ്തിപ്പെടുന്നതിന് വിരുദ്ധമാണ്. വിശ്വാസി ഖദറിൽ തൃപ്തിപ്പെടുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ്. അതിനെതിരാണ് വിഷമുണ്ടാവുക, ദുഃഖം ഉണ്ടാകുക, സ്വയം കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, അതൊക്കെ ഇതിനെതിരാണ്. വസ്സബ്റു വാജിബുൻ, സബ്റാവട്ടെ വാജിബാണ്. വൽ ഈമാനു ബിൽ ഖദരി ഫർളുൻ, ഖദർ വിശ്വസിക്കലോ ഫർളായ കാര്യവുമാണ്. സുമ്മ അർശദു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി പറഞ്ഞു എന്ത്? ഇതിൽ ലഫ്ദ് നാഫിഇ, ഇനി ഉപകാരപ്പെട്ട ലഫ്ദ് എന്താ പറഞ്ഞു? ലൗ പറയരുത് പറഞ്ഞു. പിന്നെ എന്തു പറയണം? അത് നബി പഠിപ്പിച്ചു. അതെന്താ? അൽ മുതളമ്മിനി ലിൽ ഈമാനി ബിൽ ഖദർ, ഖദറിലെ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഉപകാരപ്രദമായ ലഫ്ദ് നബി ഞങ്ങൾ പഠിപ്പിച്ചു. വഹുവ അൻ യഖൂൽ ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ എന്ന് പറയാം. അവൻ ചെയ്യാളൊക്കെ ചെയ്തല്ലോ, ചെയ്തു, റബ്ബിനോട് പ്രാർത്ഥിച്ചു, എന്നിട്ട് സംഭവിച്ചത് മറ്റൊന്നാണ്. അപ്പോൾ അവൻ പറയാം ഖദ്ദറല്ലാഹ്,
റബ്ബിൻ്റെ ഖദറാണ്. വമാ ശാഅ ഫഅല, അല്ലാഹു ഉദ്ദേശിച്ചതവൻ പ്രാവർത്തികമാക്കി എന്ന് പറഞ്ഞാൽ മതി. ലിഅന്ന മാ ഖദ്ദറഹുല്ലാഹു ലാ ബുദ്ദ അൻ യകൂൻ, അല്ലാഹ് കണക്കാക്കിയ ഒന്ന് നടക്കാതിരിക്കില്ല. അതെ, അതിൻ്റെ ഇത് ഓനൊരു മാനസികാവസ്ഥയാണ്, ഇതുവരെ മാനസികാവസ്ഥയാണ് ശരിക്കും. ബാക്കി പറഞ്ഞേക്കാളേറെ അതിങ്ങനെ ഒരു ടെൻഷനായി വരുമ്പോൾ വേണ്ട, ടെൻഷൻ നമ്മളെ, അത് റബ്ബിൻ്റെ തീരുമാനം. അലല്ലാഹ് ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ. അറബികളൊക്കെ ധാരാളമായി പറയും, എന്ത് സംഭവിച്ചാലും ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ എന്നറിയും. തിരുത്താൻ പറ്റും നമുക്ക്, അത് വേണമെങ്കിൽ പറയാൻ പറ്റും, കുഴപ്പമില്ല. നമ്മൾ ചെയ്യേണ്ട സബബല്ല ചെയ്തത്, നമുക്ക് സബബായി തെറ്റിദ്ധരിച്ചു, പക്ഷേ റിസൾട്ട് മുസബബ് വേറെ വന്നത്. അപ്പം പിന്നെ നമുക്ക് മനസ്സിലായി ഈ സബബ് കൊണ്ട് ആ മുസബബേ ഉണ്ടാവുള്ളൂ, ഇതല്ല ചെയ്യേണ്ടത്. അങ്ങനെയുണ്ടല്ലോ, മരുന്ന് മാറിക്കൊടുത്താൽ കണ്ടല്ലോ, ട്രീറ്റ്മെൻറ്റ് മാറിക്കൊടുക്കും, ഓപ്പറേഷൻ മാറി ചെയ്യും. അതൊക്കെ എന്താണ്, അതൊരബദ്ധം പറ്റി, അതൊരബദ്ധമാണ്. ആ അബദ്ധത്തെ തിരുത്താം. ഞാൻ ആ അബദ്ധം തിരുത്തിയോണ്ട് മാത്രം മാറിക്കോളുന്നുണ്ടോ? ഇല്ല. അതാണ് തിരിച്ചറിവ്. അബദ്ധം തിരുത്തി എന്നിട്ടും റിസൾട്ട് ഉണ്ടായില്ല, ഖലാസ്, പിന്നൊന്നും ചെയ്യാനില്ല. നമ്മൾ ചെയ്യാതെ ചെയ്തു. പിന്നെ ഇങ്ങനത്തെ പടച്ച റബ്ബ് അതിൽ ഖൈർക്ക് വേറെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം അതിക്ക് മടങ്ങാം. ഖദ്ദറല്ലാഹ്. ഇല്ല, സബബില്ല. അത് അള്ളാഹു നിശ്ചയിച്ച എല്ലാ ഖദറിനെയും അള്ളാഹു തആല സബബുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല. ഇപ്പം സ്വർഗത്തിൽ മറ്റോ നരകത്തിൽ വെറുതെ അങ്ങോട്ട് തീരുമാനിച്ചു കൊടുത്തതല്ല, അതിനൊക്കെ അള്ളാഹു സബബുമായി ബന്ധിപ്പിച്ചതാണ്. അപ്പം ഹിദായത്തിന് സബബുണ്ട്, ളലാലത്തിന് സബബുണ്ട്. ഹിദായത്ത് വെറുതെട്ടില്ല. അപ്പോൾ അത് അന്വേഷിക്കണം, അത് പഠിക്കണം, അതിനെപ്പറ്റി ചിന്തിക്കണം, ചോദിച്ചറിയണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോഴേ ഹിദായത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഹിദായത്താവട്ടെ, ളലാലത്താവട്ടെ, മറ്റു ഏത് കാര്യമാവട്ടെ, ഏത് ഖദറിനെയും അല്ലാഹു തആല അസ്ബാബുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സബബില്ലാതെ വെറുതെ അല്ലാഹു ഒരു അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അത് ദുനിയാവിൽ അല്ലാഹു വെച്ച സിസ്റ്റം അതാണ്. ആ സബബ് ഉണ്ടാകുമ്പോൾ മുസബബ് ഉണ്ടാകും, റബ്ബ് ഉദ്ദേശിച്ചുവെങ്കിൽ. മഷിയത്തിന് മേലെയാണ് സബബ്, മുസബബാത്ത് പ്ലസ് അള്ളാഹിൻ്റെ മഷിയത്ത്. മഷിയത്തുണ്ട്, സബബുണ്ടായില്ല. മഷിയത്തുണ്ട്, സബബുണ്ടായില്ല. എങ്ങനെ മുസബബ് ഉണ്ടാവുമോ? അല്ലാഹു ഉദ്ദേശിച്ചു, കാരണങ്ങൾ ഉണ്ടായിട്ടില്ല. കാര്യം നടക്കുമോ? നടക്കും, സംശയമില്ല. മറിയം ബീവിക്ക് കുട്ടി ഉണ്ടാവണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചു. കല്യാണം കഴിച്ചിട്ടില്ല, ഭർത്താവില്ല, പുരുഷ സ്പർശനമില്ല, ഒന്നുമില്ല, പക്ഷെ കുട്ടി ഉണ്ടായി. കാരണങ്ങൾ വേണ്ട, കാരണങ്ങൾ നമുക്കാണ്, അള്ളാഹ്ക്ക് കാരണങ്ങൾ വേണ്ട. അള്ളാഹു തആല കാര്യം പ്രവർത്തിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഒരു അസ്ബാബും വേണ്ട. പക്ഷെ അള്ളാഹ് ദുനിയാവിൽ ഒരു സംവിധാനം വെച്ചു. മനുഷ്യർക്ക്, ജിന്നുകൾക്കെല്ലാം അള്ളാഹു തആല ഒരു സംവിധാനം വെച്ചു കൊടുത്തു. അസ്ബാബുകൾ പ്രാവർത്തികമാക്കുക വഴി മുസബ്ബബിലേക്ക് എത്തിച്ചേരുക. പക്ഷേ എത്തിച്ചേരുമെങ്കിൽ അള്ളാഹു തആല അത് അവനെ എത്തണമെന്ന് ഉദ്ദേശിക്കണം. കാരണം മനുഷ്യൻ ഉദ്ദേശിക്കണമെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ഉദ്ദേശം വേണം. വമാ തശാഊന ഇല്ല അൻ യശാ അല്ലാഹ്. അപ്പം മനുഷ്യനൊരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ അത് ഉദ്ദേശിക്കാൻ പോലും അള്ളാഹു തആല ഉദ്ദേശിക്കലേ പറ്റുള്ളൂ. എങ്കിൽ പിന്നെ ഒരു കാര്യത്തിൽ എത്താനോ അത് ഉദ്ദേശിച്ചാലേ പറ്റുള്ളൂ. അപ്പം സബബുകൾ ചെയ്യുക വഴി മുസബ്ബബിലേക്ക് എത്തുന്നു. ഇത് അള്ളാഹ് ദുനിയാവിൽ വെച്ചൊരു സംവിധാനമാണ്. അത് മനുഷ്യർക്ക് ബാധകമാണ്, ജിന്നുകൾക്ക് ബാധകമാണ്, പക്ഷികൾക്ക് ബാധകമാണ്, മൃഗങ്ങൾക്ക് ബാധകമാണ്, സസ്യങ്ങൾക്ക് ബാധകമാണ്. എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹ് വെച്ച വ്യത്യസ്തമായ സബബുകളുണ്ട്. ഈ സബബുകൾ പ്രാവർത്തികമാക്കുക വഴി മുസബ്ബബിലേക്ക് എത്തുന്നു. എത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ ഈ സബബുകൾ എത്ര ചെയ്താലും മുസബ്ബബിലേക്ക് എത്തുകയില്ല. അള്ളാഹ്ക്ക് ഉദ്ദേശമില്ല നമ്മളേക്ക് എത്താൻ. ഈ രോഗം മാറാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലോ എത്ര മരുന്ന് കുടിച്ചാലും ആ രോഗം മാറൂല. അതിനർത്ഥം ഈ രോഗത്തിന് ഈ മരുന്ന് സബബല്ല എന്നാണോ? അല്ല. ഇതേ രോഗമുണ്ടായ മറ്റൊരാൾ ഇതേ ഡോക്ടറെ കണ്ട് ഇതേ മരുന്ന് കുടിച്ചപ്പോൾ അയാളത് മാറി. ഒരേ ഡോക്ടറെടുത്ത് ഒരേ രോഗത്തിന് 10 ആൾ വന്നു, 8 ആളത് മാറി, 2 ആളത് മാറിയില്ല. അപ്പം ഈ മരുന്ന് അതിനുള്ള മരുന്ന് തന്നെയാണ്, ഈ ഡോക്ടർ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുമാണ്. പിന്നെ എന്താ ഇയാളത് മാറാതിരുന്നത്? ഒന്നെങ്കിലും മറ്റു ചില കാരണങ്ങൾ ഉണ്ടാവാം. ഈ മരുന്ന് ഫലിക്കാതിരിക്കാനുള്ള ഒരു സബബ് ഓൻ്റെ ശരീരത്തിൽ വേറെ ഉണ്ടാവും. അപ്പോൾ ഈ മരുന്നത്തിന് മാറുന്നില്ല. അപ്പോൾ വേറെ ടെസ്റ്റ് ചെയ്തിരുന്ന ഈ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ
അത് ചെയ്ത് നോക്കുമ്പോൾ അപ്പുറത്ത് വേറെ പ്രശ്നം, ആ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ മരുന്ന് ഏശാത്തത്. അപ്പോൾ അത് ആദ്യം തീർക്കണം, എന്നിട്ട് അത് കുടിച്ചിട്ട് കാര്യമുള്ളൂ. ഓട്ടമുള്ള ബക്കറ്റ് വെള്ളം ഒഴിക്കണ പോലെ 10 ഒപ്പം ബക്കറ്റ് വെച്ചു, ടാപ്പ് തുറന്നു, 9 അറിഞ്ഞു, 10ാമത്തെ അറിയണില്ല. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്തൊരു ഓട്ടമുണ്ട്, ഇവിടെ വെള്ളം നടക്കുമ്പോൾ അപ്പുറത്തെ ഓട്ടം ഇങ്ങനെ പോവുകയാണ്. ആ ഓട്ടം അടിച്ചാലോ പ്രശ്നം തീർന്നു. ചിലപ്പോൾ അതായിരിക്കാം, ചിലപ്പോൾ അതുമില്ല. അപ്പോൾ അവിടെ റബ്ബിൻ്റെ ഖദറിൽ അപ്പുറത്തുണ്ടാവും. ഈ അസ്ബാബൊക്കെ ചെയ്താലും ഈ മുസബ്ബബ് ഉണ്ടാവേണ്ടതില്ല എന്ന് ഓൻ്റെ കാര്യത്തിൽ അള്ളാഹ് തീരുമാനിച്ചതാണ്. അതെന്തിനാ? അള്ളാഹു ആലം. ചിലപ്പോൾ കൂലി എടുക്കാൻ വേണ്ടിയിരിക്കും, ഓനോട് കൂലി എടുക്കാനുള്ള വിചാരിച്ചാണ്. നബി ഞങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹു ചില അടിമകൾക്ക് ഉന്നതമായ സ്ഥാനം നിശ്ചയിക്കും, പക്ഷെ അമല് കൊണ്ട് ആ സ്ഥാനത്തേക്ക് അവൻ എത്തുകയില്ല. അപ്പോൾ റബ്ബ് അവൻ്റെ സ്വന്തത്തിലോ സന്താനങ്ങളിലോ സമ്പത്തിലോ പരീക്ഷണം നൽകും. സുമ്മ സ്വബ്ബറഹു അലാ ദാലിക്, എന്നിട്ട് അത് ക്ഷമിക്കാനുള്ള കഴിവും അള്ളാഹ് കൊടുക്കും. അപ്പോൾ ക്ഷമിക്കും. അപ്പോൾ ക്ഷമിക്കുമ്പോൾ 24 അവർ ഓനിങ്ങനെ കൂലി കിട്ടും. ഓന് വേണ്ടി കുറേ ആൾ പ്രാർത്ഥിക്കും, അപ്പോൾ അതിനൊക്കെ കൂലി കിട്ടും. ഓനും കുറേ പ്രാർത്ഥിക്കും, അതിനും കൂലി കിട്ടും. ഈ കൂലിയൊക്കെ പാടെ വെക്കുമ്പോൾ നന്മയുടെ ത്രാസ് ഭാരം കൂടും. അപ്പോൾ ഓൻ ആ സ്ഥാനത്തേക്ക് എത്തും. ഇത് തിരിച്ചറിയാത്ത ഓന് ഷിഫാക്കണേ തോൽക്കും. ഷിഫ മാത്രം കിട്ടൂല. ഷിഫാക്കിയാലോ ആ കൂലി അവർക്ക് എത്തൂല. അപ്പോൾ എങ്ങനെ തോരുന്നാലും എല്ലാ മെമ്പർമാരും തോരുന്നു, എല്ലാ ഉസ്താദന്മാരും തോരുന്നു, എല്ലാ സ്ഥലത്തും പറഞ്ഞു, എല്ലാ മെസ്സേജിലും വന്നു, പക്ഷേ ഓന് ഒരു കുറവില്ല അസുഖത്തിന്. അത് തോരുന്നൊക്കെ വെറുതായി അല്ല, ഇതൊക്കെ ഓൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങനെ വരികയാണ്. ഓൻ നന്മയുടെ തുലാസാണ്. ഭാരം കൂടുമ്പോൾ ഓരോ ലെവലിലേക്ക് എത്തി. ചിലപ്പോൾ സോക്കടപ്പാട് മാറും, ചിലപ്പോൾ മാറൂല, അങ്ങനെ മരിച്ചു പോവും. അങ്ങനെ അവനെ മനസ്സില ആ സ്ഥാനത്തേക്ക് അവനെ അത് എത്തിച്ചു കൊടുക്കുന്ന നബി ഞങ്ങൾ പറഞ്ഞു. ഇമാം തുബ്രാനി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് ഹദീസാണ്. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം, ഇത് നമുക്കറിയില്ല. നമുക്കറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ശിഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച കാര്യം കൊടുക്കൂല, ബാക്കി അല്ല വേറെ പലതും ഇങ്ങനെ കൊടുക്കും. അതൊക്കെ ഇതിന് പിന്നിലുണ്ടാവാം. അപ്പം നമ്മളല്ല ഏൽപ്പിച്ച പണി സബബുകൾ ചെയ്യുക, അതുവഴി മുസബ്ബബിലേക്ക് എത്തുക. പക്ഷെ എത്തണമെങ്കിൽ അള്ളാഹിൻ്റെ മശിയത്ത് വേണം. ആ മശിയത്തില്ലെങ്കിലോ എത്തൂല. അതാണ് തവക്കുലാക്കാൻ പറഞ്ഞത്. ചെയ്യാതെ ചെയ്യുക, ബാക്കി അള്ളാഹിനെ ഏൽപ്പിക്കുക. അത് റബ്ബിനോട് ചോദിക്കുക. നീ ചോദിച്ചു, റബ്ബ് തന്നീര, ആയിക്കോട്ടെ, അത് റബ്ബിൻ്റെ ഉദ്ദേശം, അത് അവൻ്റെ ഇഷ്ടം. അപ്പോൾ അതിൽ ഖൈറിനെ ചോദിക്കാം, ആ ഖദറിലും ഒരു ഖൈർ നമുക്ക് ചോദിക്കാം. അപ്പോൾ അള്ളാഹു തആല ഓരോ പരീക്ഷണം തരുമ്പോഴും റബ്ബ് എന്താ ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ചിലപ്പോൾ ഒരാൾ അത് കുഴഞ്ഞെടുക്കാൻ നമുക്ക് 10 കൊല്ലം കുഴഞ്ഞിടുന്നു. ചിലപ്പോൾ അടുത്ത കൊല്ലം നാട്ടിൽ വമ്പൻ ഫിത്തന വരാണ്ട്. ഇപ്പം അങ്ങാടിക്ക് ഇറങ്ങിയാൽ ആ ഫിത്തനയിൽ പെട്ടുപോകും. ഓനെ ഈമാൻ തെറ്റിപ്പോകും, ഓന് സ്വർഗം തന്നെ പോകും. അപ്പോൾ അള്ളാഹ് വിചാരിക്കും വേണ്ട, ഓൻ്റെ ഫിത്തനയിൽ പെടേണ്ട, ഓനെ തീ നഷ്ടപ്പെടേണ്ട, ഓൻ സ്വർഗത്തിൽ പോട്ടെ. ഓനാണെങ്കിലോ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇടപെടുന്ന ആളാണ്. അപ്പോൾ ഈ ഫിത്തന വന്നാൽ ഉറപ്പായി വായ്പ ചാടും. അപ്പോൾ വേണ്ട, ഔത്തട കിടന്നോട്ടം പുറത്തോണ്ട. അപ്പോൾ ഒരു സ്ട്രോക്ക് വരും, വാടക കെടുക്കുക ഔത്ത്. ഇതെന്തിനാ ഓനെ ഈമാൻ രക്ഷിക്കാനേക്കും. സൂത്ത് ഗഫിൽ അള്ളാഹ് പറഞ്ഞില്ലേ, കുട്ടിനെ കൊന്ന വിഷയം. ഖിദർ സത്യസം പോയിട്ട് കുട്ടിനെ കൊന്നു. മൂസാ നബി ചോദിച്ചു, എന്താണ് ഒരു കുട്ടിനെ വെറുതെ കൊല്ലണ്? എത്ര വലിയ കാര്യങ്ങൾ ചെയ്തത്, എന്താണ് ഒരു കുട്ടിനെ വെറുതെ കൊല്ലാണോ? എന്താ രഹസ്യം പറഞ്ഞെടുത്തത്? അമ്മൽ ഗുലാം ഫക്കാൻ അബവാഹു മുഅ്മിനൈൻ, ആ കുട്ടിനെ ഉമ്മയും ബാപ്പയും മുഅ്മിനായിരുന്നു. ഫഖശീനാ യുൽഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ, ഈ കുട്ടി വളർന്ന് വലുതായി വന്നാൽ ഈ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ, 15 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ ഈ ഉമ്മയും ബാപ്പയും കാഫിറായി പോകും. അപ്പം അത് വേണ്ട. അപ്പം കുട്ടി നിലന്നാൽ ഈമാൻ പോകും. ഈമാൻ നിലയ്ക്കണമെങ്കിൽ കുട്ടി ഇല്ലാതാകണം. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, കുട്ടിനെ ഒഴിവായിക്കാണ്, കുട്ടി വേണ്ട, ഈമാൻ നിലനിന്നോട്ടെ. ഈ രഹസ്യം ഖുർആൻ അള്ളാഹ് പറഞ്ഞപ്പോൾ മനസ്സിലായി. അല്ലെങ്കിലോ മൂസാ നബി ചോദിച്ച ചോദ്യം ന്യായമാണ്. എന്തിനാ വെറുതെ കുട്ടിനെ കൊന്നു വെച്ചാൽ ശരിയല്ലേ? ആ ഉമ്മാനും ബാപ്പാനും ഭാഗത്ത് ചിന്തിക്കുമ്പോഴോ ഒരിക്കൽ ആയത്തറിയില്ല, ഒരു ഖുദൈസ്ലാമിനെ കണ്ടിട്ടില്ല, ഒരിക്കൽ രഹസ്യം കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. ഓരോ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഏതോ ചങ്ങായി എന്നിട്ട് നമ്മളെ മോനെ വെറുതെ കൊന്നുപോയി എന്നല്ലേ ചിന്തിക്കുള്ളൂ. പക്ഷെ ഓർക്ക് അതിലൂടെ കിട്ടിയത് ഏതോ കാലത്ത് ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് അല്ലാണ്ട് ഇല്ലാതാക്കി. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ തൗഹീദ് സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം അല്ലാഹു തആല ഒരു രോഗം തന്നത്, ഒരു പരീക്ഷണം തന്നത്. അത് നമുക്കറിയില്ല. അതാണ് ഖദാ ഖദർ. നമ്മൾ സമർപ്പിക്കുന്നു, ക്ഷമിക്കുന്നു, അതിൽ തൃപ്തിപ്പെടുന്നു.
ഖൈറിന് വേണ്ടി റബ്ബിനോട് ചോദിക്കുന്നു. ഇതാണ് വിശ്വാസിയുടെ നിലപാട്. അല്ല കണക്കാക്കിയ സംഗതി അത് നടന്നേ പറ്റൂ. വൽ വാജിബു അത്തസ്ലീമു ലിൽ മഖ്ദൂർ. അവിടെ നമ്മുടെ കടമ എന്താണ്? അത്തസ്ലീമു ലിൽ മഖ്ദൂർ. ഖദറാക്കപ്പെട്ട കാര്യത്തിൽ നമ്മൾ വിധേയപ്പെടുക, അതാണ് നമ്മളെ വാജിബ്. അല്ല കണക്കാക്കിയതാണ്, അതിന് നമ്മൾ കീഴ്പ്പെടുന്നു. റബ്ബിൻ്റെ ഖദറിന് നമ്മൾ കീഴ്പ്പെടുന്നു. വമാ ഷാ അല്ലാഹു ഫഅൽ. അല്ല ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിച്ചു. നമ്മളൊന്ന് ഉദ്ദേശിച്ചു, ഒന്ന് ചെയ്തു. അല്ല മറ്റൊന്ന് ഉദ്ദേശിച്ചു, റബ്ബ് ഉദ്ദേശിച്ചത് അവിടെ നടന്നു. ലിഅന്ന അഫ്ആലഹു ലാ തസ്ദുറു ഇല്ലാ അൻ ഹിക്മ. അള്ളാഹിൻ്റെ ഫഅലുകളെല്ലാം ഒരു ഹിക്മത്ത് അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്. അല്ല വെറുതൊന്നും ചെയ്യൂല. ഫഅലുൽ ലിമാ യുരീദ്. ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുന്നവനാകുന്നു അല്ലാഹു തആല. ഒരു ഉദ്ദേശവുമില്ല, ഒരു ഹിക്മത്തില്ല, വെറുതെ ചെയ്യുക ഉണ്ടാവില്ല. അതാണ് അശ്അരിയത്ത്. അശ്അരി ത്വരീഖത്ത് പ്രകാരം അള്ളാഹിൻ്റെ ഫഅലുകൾക്ക് ഹിക്മത്തില്ല എന്നാണ്. അല്ല ചെയ്തു, എന്തേ? അല്ല ചെയ്തു. അതിന് ഹിക്മത്തൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹിൻ്റെ ഫഅലുകൾക്ക് എല്ലാം ഹിക്മത്തുണ്ട്. അല്ലാഹ് ഹക്കീമാണ്. ആ ഹിക്മത്ത് നമുക്കറിയാം, അറിയാതിരിക്കാം. അല്ല പറഞ്ഞെന്നാൽ അറിയും, റസൂൽ പഠിപ്പിച്ചെന്നാൽ അറിയും, അല്ലെങ്കിൽ അറിയില്ല. ഹിക്മത്തില്ല എന്നല്ല. അപ്പം റബ്ബ് എന്തു ചെയ്താലും അള്ളാഹ്ക്ക് അതിന് പിന്നൊരു ഹിക്മത്തുണ്ട്. അത് മനസ്സിലാക്കി മാഷാ അഫഅല, അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്തു. എന്നോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു, പക്ഷെ റിസൾട്ട് ഉണ്ടായില്ല. അൽഹംദുലില്ലാഹ്, സാരമില്ല. റബ്ബിൻ്റെ തീരുമാനം അതായിരിക്കാം. എന്നാൽ ഞാൻ അടുത്ത വർഷം നമ്മൾ ചെയ്യേണ്ടതാണോ? അല്ല, അടുത്ത വർഷം ചെയ്യാം. റിസൾട്ട് പിന്നീടുണ്ടായില്ല, ആയിക്കോട്ടെ, സാരമില്ല. റബ്ബിൻ്റെ തീരുമാനം അതാണ്. ഇതാണ് വിശ്വാസി ചെയ്യേണ്ടത്. ഖാദൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വൽ അബ്ദു ഇദാ ഫാതഹുൽ മഖ്ദൂർ. ഒരു അടിമ, അവന് ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയാൽ, ഒരു മഖ്ദൂറായ കാര്യം നഷ്ടപ്പെട്ടു പോയാൽ, ലഹു ഹാലത്താനി. അടിമയ്ക്ക് രണ്ടവസ്ഥ ഉണ്ടാവുക. ഒന്ന് ഹാലത്തു അജ്സിൻ, അശക്തിയുടെ അവസ്ഥ. അതോടി ഓൻ ആകെ ഡെസ്പായി, ഇനി ഞാനില്ല, ഞാൻ ഒന്നിക്കില്ല, ഞാൻ നിർത്തി, ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഓനെ പറ്റേ നിരാശപ്പെട്ടു പോകും. ഇതാണ് ഒന്നുകിലുണ്ടാവുക. ഓഹിയ അമലു ശൈത്താൻ, അത് ശൈത്താന്റെ പ്രവർത്തനമാണ്. ഫയുൽഖീഹിൽ അജ്സു ഇലാ ലൗ. ഈ അശക്തി അവനെ കൊണ്ടെത്തിക്കും എങ്ങോട്ട്? ലൗ എന്ന വാക്കിലേക്ക്. വലാ ഫൈദത ഫീഹ. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ബൽ ഹിയ മിഫ്താഹുൽ ലൗമി. അതാവട്ടെ കുറ്റപ്പെടുത്തൽ, ആക്ഷേപത്തിൻ്റെ താക്കോലുമാണ്, വേറെ കാര്യമൊന്നുമില്ല. ഓന് ആകെ അതോടെ ആകെ നിരാശപ്പെട്ട് പിന്നെ ഞാൻ എന്തായാലും ഞാൻ വഴിക്കില്ല, അത് കഴിഞ്ഞു, ഞാൻ നിർത്തി, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് പറ്റാതെ നിർത്തിപ്പോകും. അതോടുകൂടി ഓന് അങ്ങനെ വേണ്ടില്ലായിരുന്നു, ഇങ്ങനെ ആയാൽ മതിയായിരുന്നു. പിന്നെ അതിനെ കുറ്റപ്പെടുത്തി ഓന് വസ്വാസായി, ഓനാകെ ടെൻഷനായി. അതോടുകൂടി ശൈത്താൻ ഓന് എളുപ്പമായി. ഓന് മുമ്പ് ശൈത്താൻ ഒരു താക്കോല് കൊടുത്തു വർത്തം ഓനൊപ്പം കൂടാൻ. ഇതാണ് ഒന്നിലുണ്ടാവുക. രണ്ട്, ഒരു ഹാലത്തുസ്ഥാനിയ, രണ്ടാമത്തെ അവസ്ഥ അന്നതുൽ മഖ്ദൂരി, ഖദറാക്കപ്പെട്ടതിലേക്ക് അവൻ നോക്കുന്നു. വ മുലാഹദത്തുഹു, അതവൻ ശ്രദ്ധിക്കുന്നു. വ അന്നഹു ലൗ ഖുദ്ദിറ ലം യഫ്തുഹു, അത് റബ്ബ് കണക്കാക്കിയിരുന്നുവെങ്കിൽ അത് നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ഓർപ്പിക്കുന്നു. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? അല്ല കണക്കാക്കിയിട്ടില്ല. അല്ല കണക്കാക്കിയതാണെങ്കിലോ എന്തായാലും കിട്ടും എന്ന് വിചാരിക്കും. വലം യഗ്ലിബുഹു അലൈഹി അഹദുൻ, അതിന് ഒരാൾക്കും അതിനെ മറികടക്കാൻ കഴിയുകയുമില്ല. എൻ്റെ റബ്ബ് എനിക്കത് കണക്കാക്കിയിരുന്നുവെങ്കിൽ അത് ആർക്കും തടുക്കാൻ കഴിയില്ല, അതെന്തായാലും കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കിട്ടിയിട്ടില്ലേ, അതിനർത്ഥം റബ്ബ് എനിക്കത് കണക്കാക്കിയിട്ടില്ല എന്നാണ്. ഇതാണ് യഥാർത്ഥ അവസ്ഥ. മറ്റേ അവസ്ഥയോ നിരാശയുടെ, വിഷമത്തിൻ്റെ, ടെൻഷൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു ഗുണവും ഓന് കിട്ടാനുമില്ല. ഓന് ഒരുപാട് നഷ്ടവും ഒരുപാട് കുറ്റബോധമൊക്കെ ഉണ്ടാകുക മാത്രം കൊണ്ട് ചെയ്യുകയുള്ളൂ എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇത് വെച്ചുകൊണ്ട് പറയുന്നു. വല്ലാഹു അഅലം. അവിടെ നോട്ടല്ലേ, കുറച്ചും കൂടി ഇതിൽ ബാക്കിയുണ്ട്. അടുത്ത അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടതാണ് സബർ, ക്ഷമ. ക്ഷമയില്ലായ്മ കൊണ്ടാണ് ലവ് പറയാം. അപ്പം ഇനി മറുവശം ക്ഷമ. അപ്പം ക്ഷമ എന്തൊക്കെ, എങ്ങനെയൊക്കെ, ഏതൊക്കെ രൂപത്തിലാണ് ക്ഷമ ഉണ്ടാവുക? ഈ ലവിന് ഓപ്പോസിറ്റ് എങ്ങനെയൊക്കെയാണ് ക്ഷമ? ക്ഷമയുടെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, ക്ഷമയുടെ വ്യത്യസ്തമായ മർത്തബകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് അടുത്തൊരു അധ്യായം. ഇത് കുറച്ച് ബാക്കിയാണ് ക്ലാസ് എടുക്കാം. ഏതായിരുന്നാലും നിത്യജീവിതവുമായി ധാരാളമായി നമുക്ക് ബന്ധപ്പെടുന്ന ഏരിയകളാണ് ഇതൊക്കെ. അഖീദയുടെ വളരെ മൈന്യൂട്ടായ ഏരിയകൾ പോലും ശ്രദ്ധിക്കാനുള്ളതാണ്. നാം അത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. മാഷാ അല്ലാ, ഖദ്ദറല്ലാ വമാ ശാഅ ഫഅൽ. ഖദ്ദറല്ലാ വമാ ശാഅ ഫഅൽ എന്ന് പറയാനാണ് നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. ഏതായാലും കഴിവിൻ്റെ പരമാവധി നമ്മുടെ
വിശ്വാസം സംരക്ഷിക്കാനും അതിന് പരിക്ക് വരാതിരിക്കാനും പ്രത്യേകമായി ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.